ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഗ്ലോബൽ കേരള ഫൗണ്ടേഷൻ കേരളീയത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ ജി രാജ്മോഹനെ ക്ഷണിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്ത് ശ്രീ ഹരികുമാർ ജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ പരിപാടി ആരംഭിക്കാം. അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കാനായി കേരളീയത്തിൻ്റെ ട്രഷറർ അജയ്കുമാറിനെ ക്ഷണിക്കുന്നു. ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് കേരളീയം ജനറൽ സെക്രട്ടറി ശ്രീ NR ഹരികുമാർ 25/6/2025 ബുധനാഴ്ച ആകസ്മികമായി നമ്മെ വിട്ടുപിരിഞ്ഞു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെ തലസ്ഥാന നഗരിയിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ ഹരികുമാർ. ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ, CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി, കേരളീയത്തിൻ്റെ രൂപീകരണ കാലം മുതലുള്ള സെക്രട്ടറി ജനറൽ, ട്രിവാൻഡ്രം ക്ലബിൻ്റെ പ്രവർത്തകരിൽ പ്രധാനി എന്നീ നിലകളിൽ തലസ്ഥാനത്ത് പൊതുജീവിതത്തിൽ തൻ്റേതായ ഇടം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ NR ഹരി. കേരളീയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൻ്റെ കലയും സംസ്കാരവും രാജ്യാന്തരങ്ങളിലെത്തിക്കുന്നതിനായി 2002, 2003, 2006, 2007 വർഷങ്ങളിൽ ലണ്ടനിൽ നടത്തിയ കേരളീയം ഫെസ്റ്റ്, 2012 റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിൻ്റെ മുഖ്യ സംഘാടകൻ, 2012 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വെച്ച് നടത്തിയ കേരളരത്ന പുരസ്കാരം, 2015 ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബുമായി ചേർന്ന് അമേരിക്കയിൽ സംഘടിപ്പിച്ച പരിപാടി, 2019, 2023 വർഷങ്ങളിൽ അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ എന്നിവയുടെ മുഖ്യ സംഘാടകനായിരുന്നു ശ്രീ ഹരികുമാർ. ഹരികുമാറിൻ്റെ സംഘാടന മികവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പരിപാടിയായിരുന്നു 2009 കോഴിക്കോട്ട് നടന്ന ജയ് ഹോ എന്ന AR റഹ്മാൻ ഷോ. 2005 മുതൽ 2023 വരെ തുടർച്ചയായി എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്ക് പഠനത്തിനും പുനരധിവാസത്തിനുമായി നടപ്പാക്കിയ മദേഴ്സ് കെയർ, സാന്ത്വനം പദ്ധതികൾ, എയ്ഡ്സ് പടരാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെയും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ചേർന്ന് നടത്തുന്ന IDU സുരക്ഷാ പ്രോജക്റ്റ്, കേരളീയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും വിദ്യാജ്യോതി പദ്ധതിയുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലും ബെഡ് സ്കൂളുകളിലും നൽകുന്ന പഠനോപകരണ വിതരണവും ധനസഹായവും ശ്രീ ഹരികുമാറിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഇടപെടലുകളുടെ ഉദാഹരണങ്ങളാണ്. ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് കോവിഡ് കാലത്തെ പഠനത്തിനായി ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കുന്നതിനുള്ള ശ്രമം എന്ന നിലയിൽ വിതരണം ചെയ്ത ടാബുകൾ, മയക്കുമരുന്നിനെതിരെ ഓപ്പറേഷൻ ഫീനിക്സ് എന്ന പേരിൽ കേരള പോലീസുമായി ചേർന്ന് നടത്തിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, ദൃശ്യ അച്ചടി മാധ്യമരംഗത്തെ പ്രതിഭകൾക്കായി 2006 മുതൽ നടത്തിവരുന്ന VK മാധവൻകുട്ടി മാധ്യമ അവാർഡ് എന്നിവയുടെ പിന്നിലും പ്രവർത്തിച്ച നേതൃപാടവം ഹരികുമാറിൻ്റേതായിരുന്നു. കേരളീയം എന്ന സംഘടനയെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടനയായി വളർത്തിയതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. കർമ്മനിരതമായ ആ ജീവിതത്തെ മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളി അപ്രതീക്ഷിതവും ആകസ്മികവുമായി തിരശ്ശീലയിട്ടു. നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ NR ഹരികുമാറിൻ്റെ വേർപാടിൽ ഈ യോഗം അനുശോചിക്കുന്നു. ഈ അനുശോചന സമ്മേളനത്തിൽ ആമുഖമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ശിവൻകുട്ടി സാർ വന്ന് ഇവിടെ തുടങ്ങാനായിട്ട് നമുക്ക് ഈ സമ്മേളനം തുടങ്ങാനായിട്ട് ശിവൻകുട്ടി സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ
അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞങ്ങൾ ഹരികുമാറിൻ്റെ സ്മരണ നിലനിർത്താനായിട്ട് ഒരു അവാർഡ്, ഒരു സാമൂഹ്യ പ്രവർത്തകനുള്ള, നല്ല സാമൂഹ്യ പ്രവർത്തകനുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വഹാബ്ജിയും കൂടെ എത്തിയിട്ട് ഞങ്ങൾ 8-ാം തീയതി കഴിഞ്ഞ ഉടനെ അതിൻ്റെ മീറ്റിംഗ് കൂടി അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ ഇപ്പോൾ കൂട്ടായിട്ട് വന്ന ഒരു സജഷനാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് തീരുമാനമായിട്ടില്ല. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനെ നമ്മോട് സംസാരിക്കാൻ ഞാൻ സാദരം ക്ഷണിക്കുന്നു. രാജമോഹൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാൻ ഹരികുമാറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഹരികുമാർ സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് CPM-ൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകനായിരുന്നു. ബാലസംഘം എന്ന് പറയുന്ന കുട്ടികളുടെ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാട്ടായിക്കുണം വി ശ്രീധരുടെ നിർദ്ദേശപ്രകാരം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി സാധാരണ ചുമതലപ്പെടുത്താറുള്ളത് ഏറ്റവും അധികം സത്യസന്ധതയും പാർട്ടിക്ക് വിശ്വാസവും മറ്റ് യാതൊരു കുറ്റകൃത്യങ്ങൾക്കും ചെന്നപ്പെടാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ മാത്രമേ സാധാരണഗതിയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്താറുള്ളൂ. ഹരികുമാർ ആ ചുമതല വഹിച്ചിട്ടുണ്ട്. ഞാനെല്ലാം അന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരുന്ന അവസരത്തിൽ മേട്ടക്കടയുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെന്ന് ഹരികുമാറിൻ്റെ നിന്ന് കാശ് വാങ്ങിയാണ് പല കാര്യങ്ങൾക്കും ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഹരികുമാർ ഓഫീസിൻ്റെ ചുമതലയിൽ നിന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി സാമൂഹിക പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറായി. ഇവിടെ അജയൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. പല സന്നദ്ധ സംഘടനയിലും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമായി നേമം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ നെടുങ്കാട് താമസിക്കുന്ന ഹരി എന്നെയും കൊണ്ട് നടന്ന ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹരിയുമായിട്ട് അടുത്ത ഒരു ബന്ധം എനിക്കുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാനുമായിട്ട് കാണുന്നത് ഈ കേരളീയമല്ലേ അതിൻ്റെ പാഠപുസ്തകങ്ങൾ ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ ഉള്ള സ്കൂളുകളിൽ കൊടുക്കണം, അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയാണ് എന്നെ വന്ന് കാണുന്നത്. ഞാൻ എൻ്റെ ഓഫീസിലുള്ളവർ ചുമതലപ്പെടുത്ത ഹരി, നീ അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അസുഖമായി പോകേണ്ട ഒരു സാഹചര്യം വന്നത്. ഈ വേറുപാട് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് ഞാൻ കാണുമ്പോൾ ഇച്ചിരി അസുഖമൊക്കെ ഉണ്ടെങ്കിലും വേറെ അങ്ങനെ ഒരു
ഗുരുതരമായ പ്രശ്നമൊന്നും കണ്ടിരുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഹരികുമാറിൻ്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. രാജ്മോഹൻ സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു സാമൂഹിക പ്രവർത്തകന് നല്ല ഒരു അവാർഡ്, ഒരു വിലയുള്ള അവാർഡ് അത് കൊടുക്കുക എന്ന സാറിൻ്റെ ആശയം നല്ല ആശയം തന്നെയാണ്. ഞാൻ അതിനെ പിന്താങ്ങുകയാണ്. നമുക്കത് നന്നായി തന്നെ അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിയണം. ഞാൻ ചെയ്യേണ്ട സഹായം എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. ഹരി എനിക്ക് വളരെ വർഷങ്ങളായി പരിചയമുള്ള, അടുത്ത് ഇടപഴകുന്ന, എൻ്റെ ഏറ്റവും അടുത്ത ഒരു നല്ല കൂട്ടുകാരൻ തന്നെ ആയിരുന്നു ഹരി. എപ്പോഴും ആത്മാർത്ഥതയുള്ളൊരു ഒരാൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് അതുതന്നെയാണ് ഹരിയുടെ ജീവിതത്തിലും. ഹരിയുടെ ജീവിതം മൊത്തം ആയി നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതും ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിത്വത്തിന് ഇന്നത്തെ ഒരു സാമൂഹിക ജീവിതത്തിൽ എന്തൊക്കെയാണോ അദ്ദേഹം നേരിടേണ്ടി വരുന്നതെല്ലാം നേരിട്ട ഒരു വ്യക്തിയാണ് ഹരി. അത് ഹരി എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടോ തെറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംഗീകരിക്കാൻ പെടാത്ത എന്തെങ്കിലും കൃത്യം ചെയ്തുകൊണ്ടും അല്ല, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെടേണ്ട പല അവസരങ്ങളും അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടാതെ പോയതായി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഹരിയുടെ ഈ പ്രസ്ഥാനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു പരസഹായി അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഇടപെടുകയും അതിന് വേണ്ട സന്ദർഭങ്ങളിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു മാനസികവും ശാരീരികമായ സാന്നിധ്യം ഉറപ്പാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ മരണത്തിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ശിവൻകുട്ടി പറഞ്ഞതുപോലെ സ്കൂൾ കുട്ടികൾക്കുള്ള നോട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിരന്തരം ഇവിടെ ക്ലബിൽ വരികയും ആകാവുന്ന എല്ലാവരുടെയിൽ നിന്നും ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്നും ആ കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു ഫണ്ട് സ്വരൂപിക്കാൻ മാത്രമായിരുന്നു അദ്ദേഹം ക്ലബിൽ വന്നുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് വരെയും അങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി ആ സമയത്തും തൻ്റെ സ്വന്തം കാര്യവും ആരോഗ്യവും നോക്കാതെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഹരി. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നത് ഹരിയുമായി ബന്ധപ്പെട്ട എത്രയോ സുഹൃത്തുക്കൾക്കാണ് ഹരി അറിഞ്ഞോ അറിയാതെയോ ഒരു ഉപകാരിയായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഹരിയുടെ സുഹൃത്ത് വലയത്തിൻ്റെ ഒരു ബലം കൊണ്ട് എത്രയോ സുഹൃത്തുക്കൾക്ക്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹം സ്നേഹിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ആവശ്യം അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഹരി ഒരു നിമിത്തമായി സംഭവിക്കുന്നതായിരുന്നു നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഹരി ഓർക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പരിചയപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഹരി എന്ന വ്യക്തി അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ ഹാളിലിരിക്കുന്ന എല്ലാവർക്കും അതേപോലെ തന്നെ വളരെ പ്രത്യേകതയോടുകൂടി വളരെ അടുപ്പത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഹരി. അതുകൊണ്ട് തന്നെ ഹരിയുടെ ഓർമ്മ എന്നുള്ളത് ഇന്നൊരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങൾ കൊണ്ടോ ഈ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നൊരു വ്യക്തിത്വമായിരിക്കും. കാര്യം അദ്ദേഹത്തിനെ ഒരു നിമിഷമെങ്കിലും ഓർക്കാതിരിക്കാൻ ഇവിടെ കൂടിയവർക്ക് മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവും എന്നെനിക്ക് ഉറപ്പുമുണ്ട്. എനിക്ക് ഹരിയായിട്ടൊരു മേജർ ഇവൻറ്റുമായിട്ടുള്ള ബന്ധം AR റഹ്മാൻ്റെ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വളരെ കാഷ്വലായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്കൊരു നല്ല ഔട്ട്റീച്ച് വേണം,
ലോകം അറിയണം, അങ്ങനെ എന്താ സാധ്യത എന്ന് ചോദിക്കുമ്പോൾ എ ആർ റഹ്മാൻ്റെ ഷോ നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് പറയുമ്പോൾ ഹരിക്കൊന്നും അസാധ്യമായി തോന്നിയിട്ടുള്ള ഒരാളല്ലായിരുന്നു. അപ്പോൾ എ ആർ റഹ്മാൻ്റെ തുക എന്താണ്, അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അതൊന്നും ഹരിക്ക് വിഷയമല്ല. ഹരിയുടെ ഒരു കോസിന് വേണ്ടി, അല്ലെങ്കിൽ കേരളീയത്തിൻ്റെ ഒരു കോസിന് വേണ്ടി എ ആർ റഹ്മാനെങ്കിൽ എ ആർ റഹ്മാൻ, അതിനെന്ത് ബാധ്യത ഒന്നും അല്ലെങ്കിൽ എന്ത് തടസ്സങ്ങളുണ്ടായാലും അത് തരണം ചെയ്യുക എന്നുള്ളത്, അത് എന്താണ് അതുമായി സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ പോലും പഠിക്കാതെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരാളായിരുന്നു ഹരി. അങ്ങനെ എ ആർ റഹ്മാനു വേണ്ടി ഞങ്ങൾ സംസാരിക്കുമ്പോൾ കേരളീയത്തിൻ്റെ ഒരു ബ്രോഷർ അദ്ദേഹത്തിന് കൊടുത്തിട്ട് അന്ന് അദ്ദേഹം വാങ്ങുന്ന തുകയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരാളുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്, അതിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കളുമുണ്ട്, ഇത് വളരെ കൃത്യമായി കുറേ വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ റെമ്യൂണറേഷൻ പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 50 ലക്ഷം രൂപ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഇവൻറ്റിന് വേണ്ടി ഞാൻ സംഭാവന തരുന്നതായി നിങ്ങൾ കരുതിക്കോളൂ, അത് എൻ്റെ റെമ്യൂണറേഷനിൽ നിന്ന് കുറയ്ക്കാം എന്നാണ് അദ്ദേഹം. അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ കേരളീയം നടത്തിയ ആക്ടിവിറ്റികളുടെ ഒരു ബ്രോഷർ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഹരിയുടെ ഓർമ്മ എല്ലാവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട്, നല്ല സുഹൃത്ത് വലയം കൊണ്ട് ഹരി എന്നും എല്ലാവരുടെയും മനസ്സിലും ചർച്ചകളിലും ജീവിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവും എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അധ്യക്ഷവേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മനുഷ്യജന്മം എടുത്ത് ഭൂമുഖത്ത് പിറന്നു വീണാൽ എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. പക്ഷെ വളരെ അടുത്ത് നിന്ന് പ്രവർത്തിച്ചും പഴകിയും ഒക്കെ നിന്നൊരു വ്യക്തി പെട്ടെന്ന് ചെറുപ്രായത്തിൽ തന്നെ പിരിഞ്ഞു പോവുക എന്നത് അത്യധികം ദുഃഖം, താങ്ങാനാകാത്ത തന്നെ ദുഃഖം നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉള്ളവരായി ഇരുന്നിട്ട് പോലും ആശയപരമായി പല കാര്യങ്ങളിലും നമ്മൾ യോജിക്കാറുണ്ട്. ഇവിടെ നേരത്തെ ധാരാളം ആളുകൾ ശ്രീ ഹരിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു. ഹരിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഏത് വിഷയത്തെക്കുറിച്ച് ഹരിയോട് ചോദിച്ചാലും ഹരി അതിനെക്കുറിച്ച് നമ്മളോട് മറുപടി പറയും. നമുക്കറിവില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പുള്ളിയൊരു പഠനം നടത്തി അത് നമുക്ക് പറഞ്ഞു തരും. ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കേരളീയമെന്ന പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥം ആ പ്രവർത്തനം തന്നെ ജനങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹരിയുടെ പ്രത്യേകത. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, അതങ്ങ് ഡൽഹിയിലായിരുന്നാലും മറ്റു സ്ഥലങ്ങളിലായിരുന്നാലും വിദേശത്തായിരുന്നാലും ഹരി ഒരു പദ്ധതി തയ്യാറാക്കും. അത് എങ്ങനെ വിജയിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ച് മറ്റുള്ള സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ ഒന്ന് ആലോചിച്ച് അസാധ്യമായി ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വ്യക്തിയുടെ വേർപാട് അല്ലെങ്കിൽ നമ്മെ വിട്ടുപിരിയുന്നത് തികഞ്ഞ നഷ്ടമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. വളരെ അടുത്തൊരു സുഹൃത്തിനെ നഷ്ടപ്പെട്ട ഒരു പ്രയാസം കൂടെ നമ്മുടെ മനസ്സിനകത്തുണ്ട്. ശ്രീ ഹരിയുടെ വേർപാടിൽ ആ കുടുംബത്തോടൊപ്പം നമ്മുടെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, നിർത്തുന്നു. ആദരണീയരെ, പ്രിയമുള്ളവരെ, ഹരി നിങ്ങൾക്ക് പലർക്കും സുഹൃത്താണ്. ശക്തിയേട്ടനെ പോലുള്ളവർക്കെല്ലാം ഒരു ചേട്ടൻ്റെയൊക്കെ സ്ഥാനത്ത് നിന്നാൽ ഹരി ഒരു അനുജനാണ്. മനോജനെയും മുകുന്ദേഷിനെയൊക്കെ പോലുള്ള പലരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയായിരുന്നതാണ്. ഞാൻ എന്തെങ്കിലും ഹരിയെക്കുറിച്ച് ഉപന്യസിക്കാനൊന്നും ഞാൻ ആളല്ല. കാരണം എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരുന്നവനും ഹരിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരുന്ന ഒരുത്തൻ ഞാനും എന്നുള്ളത് കൊണ്ട് ഇവിടെ എൻ്റെ വാക്കുകളേക്കാൾ പലപ്പോഴും ഇപ്പോൾ തൽക്കാലം നിശബ്ദതയായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹരിയുടെ അമ്മയെ
ഞാൻ ആദ്യമായി കാണാനായി പോകുന്നത് വി സുനിൽകുമാറിനോടൊപ്പം ചൈന എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അറിയാം, അതായിരിക്കുമല്ലോ എളുപ്പം അല്ലേ? ബിജു എല്ലാം മാർവാനീസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഹരികുമാർ റിമാൻഡ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായി റിമാൻഡ് 14 ദിവസത്തേക്കാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണം. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ഒരു 3-4 ദിവസം എടുക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ ഹരിയുടെ അമ്മയോട് ഹരി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും നാളെ ഹരി ജാമ്യത്തിൽ വരുമെന്നും പറയണം. അപ്പം നന്ദു, അത് വാസ്തവത്തിൽ നാളെ വരും എന്ന് പറയുന്നത് കള്ളമാണ് എന്നെനിക്കറിയാം. ടീച്ചറോട് പോയി ആ കള്ളം ഉണർത്തിക്കാനായി ഏൽപ്പിച്ച 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എൻ്റെ പിതാവ് സഹ അനിരുദ്ധൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് പരിചയപ്പെടുന്നത്. അപ്പോൾ ടീച്ചറുടെ വളരെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പട്ടംതാനമുള്ള സാറിനെതിരായി മത്സരിച്ച് തോറ്റ സമയത്ത് ഇങ്ങനെ സുന്ദരനായ അനിരുദ്ധൻ വോട്ടഭ്യർത്ഥിച്ച് വരുന്നതിനെക്കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞ്, ഹരിയെക്കുറിച്ച് വേറൊന്നും പറഞ്ഞൊന്നുമില്ല. ടീച്ചറുടെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ നാളെ ജാമ്യം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു ടീച്ചറോടാണ് മറ്റൊരു ടീച്ചറുടെ പുത്രൻ കള്ളം പറയുന്നത് എന്നതെൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞ് വന്നാലും മതി എന്ന് പറഞ്ഞു. അതായിരുന്നു ഹരിയുടെ ആദ്യത്തെ ജയിൽ ജീവിതം. ഞങ്ങളുമായി ബന്ധപ്പെട്ട, സനൽ പറഞ്ഞതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ബാലസംഘത്തിൻ്റെ നേതാവായി മഹേന്ദ്രനെല്ലാം അങ്ങനെ വന്നവരാണ്. നമ്മുടെ പ്രദീപുമായി 9 വയസ്സിൻ്റെ വ്യത്യാസം. ഞാനും ഹരിയും തമ്മിലൊരു 2 വയസ്സിൻ്റെ വ്യത്യാസം ആണ് എങ്കിലും ചില സമയങ്ങളിലെല്ലാം ഹരിയുടെ വർത്തമാനം എന്നത് നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുള്ളതുപോലെ വർത്തമാനത്തിന് അതിരുകളില്ല, എന്തും പറയാം എന്നുള്ള നിലയിലേക്ക് മലയാള ഭാഷയിലെ ഏത് ഖരാക്ഷരങ്ങളും ഉപയോഗിച്ച് നമ്മളെ അങ്ങനെ വിമർശിക്കാനും ഭത്സിക്കാനും ഉപദേശിക്കാനും ശാസിക്കാനുമെല്ലാം എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരുത്തനായിരുന്നിട്ട് പോലും ഹരിക്ക് അങ്ങനെ ഒരു അധികാരവും അവകാശവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണകക്ഷിയാവുമ്പോഴും ഹരി CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. ഒരു പക്ഷേ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായി അത്രയും പ്രായം കുറഞ്ഞ ഒരാൾ എന്നതല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിടത്തും അത്തരത്തിൽ പ്രായം കുറഞ്ഞ ഒരാളുണ്ടാവില്ല. അല്ലേ സന്തോഷം? കാരണം നിങ്ങളെല്ലാം പലപ്പോഴും ഹരിയെ വിളിച്ചിട്ടുള്ളതും ഹരിയുടെ സഹായവും സേവനവും അങ്ങനെയെല്ലാം തേടിയിട്ടുള്ളവരുമാണ്. അങ്ങനെ വിളിക്കാതെ തന്നെ ഹരി സഹായഹസ്തവുമായി ഓടിയെത്തിയിട്ടുള്ളതാണ്. സുഹൃത്തുക്കളുടെ അത് സ്വാഭാവികമായി ഈ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ അല്ല, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, എന്നെ പോലുള്ളവർ, നിങ്ങളെപ്പോലെ ചലച്ചിത്ര രംഗത്തുള്ളവർ, മന്ത്രിമാർ, MLA മാർ, MP മാർ, അവർക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഹരിയെപ്പോലൊരാൾക്ക് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള പ്രായവ്യത്യാസം അവിടെ ഇല്ലാതെ സുഹൃത്തുക്കൾ എന്നത് അതൊരു അത്ഭുതമായിരുന്നു. ഹരി മരണത്തെ സ്വയം പുൽകിയതാണോ, മരണം അസൂയയോടെ ഹരിയെ പുൽകിക്കൊണ്ട് പോയതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം മനസ്സിൻ്റെ കോണുകളിൽ ഈ ഹരിയെപ്പറ്റി പറയുമ്പോഴും ആലോചിക്കുമ്പോഴും ഒരു വേദന നീറ്റലായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതായിരുന്നു ഹരികുമാർ എന്നത് നമ്മൾ ഓർക്കുക. ഹരിയുടെ അവസാനത്തെ ചിത്രം അത് ഞാനാണ് എടുത്തത്. സുനിലിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിന് ആശുപത്രിയിലേക്ക് പോകുന്നതൊരു 3-4 ദിവസം ഡോക്ടറോട് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് അൽസാജിൽ കഴക്കൂട്ടത്ത് ആ ചടങ്ങിലിരിക്കുമ്പോൾ അപ്പോൾ ഞാനും അടുത്ത് പോയിരുന്ന്
ഇടെ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരിയുടെ ഒരു നല്ല മൂഡിലാണെങ്കിൽ അറിയാമല്ലോ നന്ദു പറയുന്ന വർത്തമാനത്തിൻ്റെ. അപ്പോൾ ഞാൻ ഹരിയോട് ചോദിച്ചു, നമുക്കൊരു പടം എടുക്കാം അവിടെ എന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ പടം എടുത്തതല്ലാതെ എൻ്റെ മൊബൈലിൽ ഒരു സെൽഫി എടുത്തു. അതാണ് അവസാനത്തെ പടം. ഹരി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഞാനിനി അധിക നാളൊന്നും ഇല്ല, അങ്ങ് പോവും. പിന്നെ ഒന്നും പറയാനായി കഴിയില്ലായിരുന്നു. ആരും ക്ഷണിക്കാതെ പടികടന്ന് വരുന്നവനായ മരണത്തിൻ്റെ കൈപിടിച്ച് ആരോടും യാത്ര പറയാതെ പടിയിറങ്ങിപ്പോകും എന്ന് പറയുന്ന വല്ലാത്ത വേദനിപ്പിക്കുന്നൊരു വാചകമുണ്ടല്ലോ. ആ വാചകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചാട്ടുളി പോലെ എഴുതിട്ടിട്ടാണ് ഹരി പോയത്. ഇത്രയേ ഇപ്പോൾ ഹരികുമാറിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. സന്തോഷത്തിലും ദുഃഖത്തിലും വേദനയിലും യാതനകളിലും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ പലരുടെയും ജീവിതങ്ങളിൽ വല്ലാത്ത സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഈ ഹരിയുടെ ഒരു വർത്തമാനവും ഒരു സ്പർശവും നമ്മളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോകാനും ഒരുപക്ഷെ ഈ കാലിടറാതെ ജീവിച്ചു പോകാനും ഒക്കെ ചില ആളുകൾ ചില സമയങ്ങളിൽ അവരുടേതായ കയ്യൊപ്പുകൾ സ്വന്തം ജീവിതം കൊണ്ട് ചാലിച്ചിട്ടുള്ളതിൽ ഒരാൾ ഇവനാണ് എന്ന് ഞാൻ പറയും ഹരികുമാറിന്. ഇപ്പം അത്രയേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ മുമ്പിൽ. അധിക സമയമൊന്നും ഞാൻ അപഹരിക്കാനായി എടുക്കുന്നില്ല. നമ്മളിൽ ഒരാളാണ് ഹരികുമാർ എന്നുള്ളത്, നമ്മളിൽ ഒരാളായിരുന്നു എന്നുള്ളത്, നമ്മുടെ എല്ലാം അവസാന ശ്വാസം വരെയും അവൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന ഓർമ്മ നിങ്ങളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ഹരികുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സഹോദരനല്ല, അതിലും എനിക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹരിയുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിലും മോശം കാര്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഒരു കുഴപ്പം കൂടിയുണ്ട്, മോശം പറ്റിയതിലൊക്കെ. അദ്ദേഹത്തിൻ്റെ കല്യാണം എൻ്റെ അടുത്ത് നമ്മുടെ സമ്പത്തും സുല്ലും കൂടെ വന്ന് പറയായിരുന്നു, ഇങ്ങനെ ചെറിയൊരു അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞ്. ഞാനാണത് മുൻകൈ എടുത്ത് കാട്ടായി കോണത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം വളരെ പറഞ്ഞ് സീരിയസ് ആയിട്ട് എടുക്കുകയും അങ്ങനെ EK നായനാരെയൊക്കെ വൈറ്റ് ഒരുമിച്ച് പോയി വീട്ടിൽ പോയി കല്യാണം ഫിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അതിൻ്റെ ഒരു തുടക്കം വെച്ചത് ഞാനാണ്. എനിക്ക് ഏറ്റവും മോശമായ ഒരു സംഭവം എന്ന് വെച്ചാൽ പിന്നീട് മദ്യപാനശീലം ജീവിതത്തിലുണ്ടായി. അതും തുടങ്ങിപ്പിച്ചത് ഞാനാണ്. അതിനെനിക്ക് കുറ്റബോധം പിന്നീടുണ്ടായി. കാര്യം നമ്മൾ എടുത്തു കൊടുത്ത് ഒരു ദിവസം അവിടെ വന്നപ്പോഴായിരുന്നു, ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഓട്ട്കയിൽ 7up എനിക്കിപ്പോൾ ഓരോ രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട്, മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാൻ പറയും കൊടുത്തു. അങ്ങനെ എൻ്റെ കൈ കൊണ്ട് തുടങ്ങിയത്. പക്ഷെ അത് കൈക്ക് കൊള്ളാമായിരിക്കും, പക്ഷെ അരിക്കത് പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറഞ്ഞെങ്കിലും അതൊരു ശാപം പോലെ ആയിപ്പോയി. എല്ലാവരും കഴിക്കുന്നവരാണ്, പക്ഷെ അതിലങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയി. അതാണ്. അല്ലെങ്കിൽ ഹരി ഇപ്പോഴും ആ അവസ്ഥയിൽ വന്നില്ലെങ്കിൽ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും. പക്ഷെ എനിക്ക് മരണം സംഭവിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞാനും വിചാരിച്ചു, ഒരു കണക്കിന് കാണാതിരുന്നത് ബോഡി കണ്ടാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഹരിയുണ്ട് അവിടെയൊക്കെ. ഹരി പോയതായിട്ട് എൻ്റെ മനസ്സിലില്ല. എന്നെ വിളിക്കാത്ത ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം അന്നോട്ട് ഇന്ന് വരെ ഏകദേശം 40 വർഷത്തോളമുള്ളൊരു ആത്മബന്ധം, അത് മറ്റാരിലും വലിയൊരു ആത്മബന്ധവും അടുപ്പവും എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വിളിക്കുകയും സംസാരിക്കാനും ഒക്കെ തുറന്ന് സംസാരിക്കാനുള്ളൊരു അടുത്ത ഒരു ബന്ധുവിലുപരി ഒരു ബന്ധുവായിരുന്നു. ഈ ജന്മം കൊണ്ടൊരു ഈ രക്തബന്ധത്തിലൊക്കെ ഉപരി ഒരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് പലരും ഇത് ചെയ്യാറുണ്ട്. എനിക്കൊരു വിഷമം തോന്നിയപ്പോൾ ഉണ്ടെങ്കിൽ പോലും അരി എവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് വന്നപ്പോൾ അവിടെ എത്തിയിരിക്കും. അതാണ് ഞാനുമായിട്ടുള്ളൊരടുപ്പം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കാര്യം ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യത നിമിഷങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളുമുണ്ട്. ആ വേർപാടിൽ അതിയായ വിഷമമുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്കും. ഹരിയോടുള്ള മാനസികമായിട്ട് അടുപ്പമുള്ളവരാണ്. അറിയാം, ഞങ്ങളൊക്കെ ഈ ഇദ്ദേഹം ഒക്കെ സമ്പത്തേട്ടനൊക്കെ ആയിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന പല നിമിഷങ്ങളുമുണ്ട്. അവിടുന്ന് തുടങ്ങിയ ബന്ധമാണ് പിന്നെ വലുതായി പോയത്. ഈ പറഞ്ഞ പോലെ പാർട്ടി
പാർട്ടി ഓഫീസിൻ്റെ പാർട്ടി സെക്രട്ടറിമാർ എത്ര പേര് ഇപ്പോൾ ഇരുന്നിട്ടുണ്ട് ഓഫീസ് സെക്രട്ടറിയായിട്ട്. ഹരിയെപ്പോലെ ആ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളിനെ പറയാനൊരു പേരെടുത്ത് പറയാൻ പിന്നെ ഉണ്ടോ? ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉണ്ടെങ്കിൽ പോലും ജില്ലാ സെക്രട്ടറി അവിടെ ഭരണം കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ആർക്കെന്ത് സഹായം വേണമെങ്കിലും വളരെ ഈ അധികാരത്തിലൊക്കെ വന്ന ചിലരുടെയൊക്കെ മട്ടുഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് അഹങ്കാരങ്ങൾ കാണിക്കുന്നത്. അതും ചെറുപ്രായത്തിൽ 23 വയസ്സിലൊക്കെയാണ് ഹരി ഓഫീസ് സെക്രട്ടറിയായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ആ എളിമയായിട്ട് ഉദ്യോഗസ്ഥരുടെ അടുത്തായാലും ആൾക്കാരുടെ അടുത്തായാലും വന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പലരോടും അവർക്ക് വേണ്ടി പെരുമാറുന്നത്, സഹായിക്കുന്നത്, എന്ത് കാര്യത്തിനും അവർക്ക് വേണ്ടി ഇറങ്ങിച്ചിരിക്കുക. ആ മനസ്സ് അദ്ദേഹം ഇതൊന്നുമല്ല ആൾക്കാരെ നമ്മൾ അറിഞ്ഞെങ്കിൽ ഈ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഇറങ്ങി കവിയുന്ന രീതിയിലുള്ള ഹരിയുടെ കൊണ്ട് സഹായം, മേന്മകളും ഗുണങ്ങളും പറ്റിയിട്ടുള്ള ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ പറ്റുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന ആ ഒരു മനസ്സ്, അത് എത്ര പേർക്കുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചുറ്റുപാടും തിരിഞ്ഞു നോക്കി എത്ര പേരങ്ങനെ ചെയ്യുന്നവരുണ്ട്? വളരെ വിരളമല്ലേ? നമുക്ക് വലിയൊരു നഷ്ടമാണ്. ഒരു സഹോദരനെ ഉപരി ഒരു സുഹൃത്ത്, സഹോദരൻ എല്ലാ രീതിയിലും കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അതിയായ വേദനയുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ വരട്ടെ. ഓക്കെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ശ്രീ NR ഹരികുമാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങൾ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കരമനയിലും നെടുങ്കാടുമുള്ള ആളുകൾക്കൊക്കെ ഹരികുമാർ എന്നതിനേക്കാൾ കൂടുതൽ പരിചയം ബേബൻ എന്ന പേരാണ്. ഞങ്ങളൊക്കെ ബേബൻ ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിതം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരുപക്ഷെ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും അത്ര കണ്ട് സജീവമായി ഉപയോഗിക്കാത്ത ഒരാളായിരുന്നത് കൊണ്ട് ഇന്ന് അനർഹരായ പലർക്കുമുള്ള അത്ര പ്രശസ്തമായ വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ സൂക്ഷ്മമായി അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ അറിയാവുന്നവരിൽ അത്ഭുതമുണ്ടാക്കും. പറയത്തക്ക ഗരിമയുള്ള അക്കാദമിക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷേ ലണ്ടനിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ തെംസ് നദിയിൽ കേരളത്തിൻ്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ജലോത്സവം നടത്തുവാൻ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കായിക താരവും ഒളിമ്പിക് അസോസിയേഷൻ്റെ അന്നത്തെ ഭാരവാഹിയുമായ സെബാസ്റ്റ്യൻ കോ എന്ന ലോകപ്രശസ്തനായ സ്റ്റീവ് കോയോടാണ്. ഞാനത് അത്ഭുതപ്പെട്ട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടതാണ്. അപ്പോയിൻമെൻ്റ് എടുക്കുന്നതും ഫോണിലൂടെ സംസാരിക്കുന്നതുമൊക്കെ. അക്കാദമികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഗരിമകളെക്കാൾ ഉപരി ഒരു മനുഷ്യൻ്റെ സംഘാടന മികവ് മറ്റേതിനേക്കാളും വലിയൊരു പ്രാഗൽഭ്യമാണ് എന്ന് നമ്മുടെ മുന്നിലൊക്കെ തെളിയിച്ച ഒരാളാണ് ശ്രീ ഹരികുമാർ. അദ്ദേഹത്തോളം പോന്ന ഒരു മികച്ച സംഘാടകനെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മറ്റൊരു മേഖലയിലും നമ്മൾ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് വിവിധ തലങ്ങളിലുള്ളവർക്ക് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ പ്രധാന കാരണം. 2, ശ്രീ ഹരികുമാറിനെ പോലെ, കഴിഞ്ഞ ദിവസം ശ്രീ സമ്പത്തിനോട് ഞാനത് പറഞ്ഞു, ശ്രീ ഹരികുമാറിനെ പോലെ ആത്മവിശ്വാസമുള്ള മറ്റൊരാളിനെ കാണാൻ കഴിയില്ല. അദ്ദേഹത്തെ അവസാനമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുൻപിലത്തെ ദിവസമാണ്. അന്ന് സന്ധ്യയ്ക്ക് ആ കട്ടിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചതിൽ ഒരു വാക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നാണ്. അല്പമണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഡോക്ടർമാർ വളരെ പ്രതീക്ഷയുടെ എല്ലാ മെഴുകുതിരി വെളിച്ചങ്ങളും അവസാനിച്ചു പോയിരിക്കുന്നു എന്ന സൂചന തരികയും അത് ഉള്ളിൽ നിറച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോഴാണ് അദ്ദേഹം ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചത്. അത്ര കണ്ട് ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. വ്യക്തിപരമായി അദ്ദേഹം ഇപ്പോൾ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് കടന്നുപോയതിന് കാരണമായ തത്തുല്യ രോഗാവസ്ഥ 13 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർമാർ രക്ഷപ്പെടില്ല എന്ന് വിധിയെഴുതിയ അവസ്ഥയിൽ കടന്നുപോയ സമയത്ത് അന്ന് എന്നെ ചികിത്സിച്ച നിംസ് മെഡിസിറ്റിയുടെ ഹോസ്പിറ്റലിലും അതിൻ്റെ സാരഥിയായ പ്രിയപ്പെട്ട ഫൈസലിനോടും എല്ലാ ദിവസവും മിനിറ്റുകളോളവും മണിക്കൂറുകളോളവും വിളിച്ച് എൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം.
അരികിലിങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് മരണം വന്നെത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാളിൻ്റെ ജീവനെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി യത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പക്ഷേ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മരണത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മടക്കി കൊണ്ടുവരുവാൻ കുടുംബത്തിനോ ബന്ധുക്കൾക്കോ ഡോക്ടർമാർക്കോ ശാസ്ത്രത്തിനോ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇതിനെല്ലാം ഉപരി ശ്രീ NR ഹരികുമാറിൻ്റെ സംഭാഷണത്തിൽ ഞാൻ എന്ന വാക്ക് വളരെ കുറവായിരുന്നു. കേവലമായ ഔദ്യോഗിക പദവികളുടെയോ വിദ്യാഭ്യാസ യോഗ്യതകളുടെയോ മികവിൽ ഈ ഭൂമി മുഴുവൻ അച്യുതണ്ട് താനാണ് എന്ന് കരുതുന്ന മനുഷ്യർ, അല്പപ്രാണികളായ മനുഷ്യരൊക്കെ ഞാൻ എന്ന് കരുതി ഇരുട്ടി വെളുത്ത് പോകുമ്പോൾ ഞാൻ എന്ന് ചിന്തിക്കാതെ നമ്മൾ എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. കടുത്ത രോഗാവസ്ഥയിൽ അദ്ദേഹം കിടക്കുന്ന അല്പകാലങ്ങൾക്ക് 2 ആഴ്ചകൾക്ക് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആക്കുളത്തുള്ള ഒരടുത്ത ബന്ധുവിൻ്റെ മരണത്തിൽ വരരുത്, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരരുത് എന്ന് ഞാനും കേരളീയത്തിൻ്റെ സെക്രട്ടറി ശ്രീ അജയകുമാർ അടക്കമുള്ളവരും ആവശ്യപ്പെട്ടിട്ടും മരണത്തിനും 4-5 ദിവസം കഴിഞ്ഞുള്ള അടുത്ത ചടങ്ങിനുമൊക്കെ നേരിട്ട് അവിടെ വന്ന് പങ്കെടുത്തു അദ്ദേഹം. ഞങ്ങളൊക്കെ വഴക്കും പറഞ്ഞു എന്തിനാണ് വന്നത് എന്ന്. ഞാൻ എന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഓർമ്മിക്കുവാൻ ഇവിടെ ഇത്ര പേരുള്ളത്. ഇനിയുള്ളത് ശ്രീ രാജ്മോഹൻ സാറിനോടും കേരളീയത്തിനോടും പറയാനുള്ള ഒരു കാര്യം, അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, ഈ മരണം അനിവാര്യതയാണ് എന്ന് സനൽ സൂചിപ്പിച്ചതുപോലെയാണ്. പക്ഷേ എല്ലാവരും ഒന്നും മരിച്ചു പോകുന്നില്ല. മരിക്കാതെ മരണശേഷവും ജീവിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. കോടീശ്വരന്മാരും വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ മരിച്ചു പോകാറുണ്ട്, പുഴുവരിച്ച് മണ്ണിനടിയിൽ അവസാനിക്കാറുണ്ട്. പക്ഷെ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നത് പിന്നീട് വരുന്ന ജനതയും തലമുറയും സമൂഹവും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അനുധാവനം ചെയ്യുമ്പോൾ, പിന്തുടരുമ്പോഴാണ്. അത് ആ ജീവിതകാലത്ത് അയാൾ ഇവിടെ അവശേഷിപ്പിച്ച മൗലികമായ സംഭാവനകളുടെ പേരിലായിരിക്കാം. മറ്റൊരാളിൻ്റെ മുതുകിൽ സ്നേഹത്തോടെ പതിഞ്ഞ അയാളുടെ കൈത്തലം കൊണ്ടാകാം, വേറൊരാളിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി ഉയർന്ന ഹരികുമാറിൻ്റെ വിരൽത്തുമ്പ് കൊണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊന്നാണ് ഹരികുമാർ. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ സത്യത്തിൽ നമ്മുടെയൊക്കെ വാക്കുകളേക്കാൾ കൂടുതൽ ഉചിതം, ജീവിച്ചിരുന്നു എങ്കിൽ ശ്രീ ഹരികുമാർ എന്തൊക്കെ ചെയ്യുമായിരുന്നു തുടർ ജീവിതത്തിൽ, ആ കാര്യങ്ങൾ ഹരികുമാറിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അഭാവത്തിൽ കേരളീയമെന്ന പ്രസ്ഥാനം അതിശക്തമായി തുടരുകയും ചേതനയോടെ ഹരികുമാർ ചെയ്യുമായിരുന്നത് ചെയ്യാൻ അദ്ദേഹം രൂപം കൊടുത്ത സംഘടനയ്ക്ക് കഴിയുകയും ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം ഹരികുമാർ എന്ന ബോധ്യത്തിന്, ഹരികുമാർ എന്ന ചിന്തകളുടെ ദീപത്തിന് മരണമുണ്ടാകില്ല എന്നതാണ്. ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഷാജി എന്ന ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയം എൻ്റെ 10 വയസ്സിൽ, 40 വർഷങ്ങളായി ഒരു ബന്ധവുമില്ല. ഇവിടെ നിന്നും നമ്പർ എടുത്താണ് അദ്ദേഹം വിളിച്ചത്. വിളിച്ചു പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ അയാളുടെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു അന്ന് ഈ ബാലസംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ശ്രീ മഹേന്ദ്രനോടും ഹരികുമാറിനോടും ഒക്കെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളിൽപ്പെട്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ പോകാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്താണ് അന്ന് അമേരിക്കയിലേക്ക് വിസ എങ്ങനെയൊക്കെയോ ശരിയാക്കി അമേരിക്കയിൽ എത്തിച്ച് ഇന്ന് കുടുംബസമേതം എത്രയോ വർഷങ്ങളായി ഇപ്പോൾ അവിടെ സെറ്റിൽഡാണ് ശ്രീ ഷാജി. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ വിയോഗം അറിയുന്നത്. അന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത്, ഹരികുമാർ ഇവിടെ വരുമ്പോൾ, അമേരിക്കയിൽ വരുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ ഹരികുമാറിനെ വിളിച്ചിട്ടില്ല. വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. ഹരികുമാർ എവിടെയുണ്ടോ അവിടേക്ക് ഞാൻ പോവുകയാണ് ചെയ്തിരുന്നത്. വിളിച്ചു വരുത്തേണ്ട ഒരാളല്ല, പോയി കാണേണ്ട ഒരാളാണ് ഹരികുമാർ എന്നാണ് ഷാജി പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ എന്നും പോയി കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ, എൻ്റെ സഹോദരത്തിൻ്റെ ഓർമ്മകൾ മരിക്കാതെ സൂക്ഷിക്കാൻ കേരളീയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്നാഗ്രഹിച്ച് അടച്ചു വയ്ക്കുന്നു ഓർമ്മകളുടെ പുസ്തകം. സ്നേഹിതരെ, എന്നെ സംബന്ധിച്ച് വർഷങ്ങളായി അദ്ദേഹത്തിനായിട്ട് പരിചയമുണ്ടെങ്കിലും ശരിക്കും അടുത്തു തുടങ്ങിയത് ഞാൻ ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹിയായിട്ട് 2019 വന്നപ്പോഴാണ്. അന്ന് വളരെയേറെ സൗഹൃദം മിക്കവാറുമുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഇവിടെ വരികയും ഞങ്ങൾ റൂമിലിരുന്ന് സൗഹൃദം പങ്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ കണ്ടിരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയുകയും നമ്മളോട് തുറന്ന് സംസാരിക്കും. അതിനകത്ത് എതിർപ്പായാലും നല്ലതായാലും എല്ലാം പറഞ്ഞിരിക്കും. 2019 ഞാൻ അങ്ങനെ ഭാരവാഹിത്വം തുടർന്ന സമയത്ത്
ഒരു കോവിഡ് കാണുന്ന സമയത്ത് ചില സാഹചര്യങ്ങളുണ്ടാവുകയും എന്നോട് ശക്തമായി എതിർത്ത് വാദിച്ച് സംസാരിച്ച് പ്രവർത്തിച്ചൊരു കാലമാണ്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. എനിക്കതിനകത്തൊരു പരാതി ഉണ്ടായിരുന്നില്ല. അത് മുഖത്ത് നോക്കി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. ആ സമയത്ത് പോലും അദ്ദേഹം എവിടെയോ മനസ്സിൽ ഒരു കരുതൽ വെച്ചിരുന്നു. കാരണം ഒരു ആര് ട്രിവാൻഡ്രം ക്ലബ്ബിൽ അദ്ദേഹത്തിന് മിക്കവാറുള്ള ദിവസങ്ങളിൽ മുമ്പിൽ ലോബിയിലിരിക്കുമ്പോൾ ആരെങ്കിലും കാണാൻ വരും. അത് ആരും നോക്കാതെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തും. അതൊരു വലിയ മനസ്സായിട്ട് ഞാൻ കണ്ടിരുന്നു. കാരണം അതിൽ പ്രധാനമായിട്ടും ഒരു പരിചയപ്പെടൽ ഒരു അമൃത ഹോസ്പിറ്റലിലെ ഒരു CEO അങ്ങനെ ഒരു ആളായിരുന്നു ചീഫ്. അപ്പം എനിക്കൊരാവശ്യം മാസങ്ങൾക്ക് ശേഷം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടുന്ന് ഭാരവാഹിത്വം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു പേഴ്സണൽ കാര്യമുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അനിയങ്ങ് വിളിച്ചാൽ മതി, അദ്ദേഹം അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതല്ല അണ്ണ ഒന്ന് വിളിച്ചു വേണം, ഞാനൊരു ചെറിയ പരിചയപ്പെടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതല്ല, വിളിച്ചാൽ മതി, ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ നമ്പർ അന്ന് എൻ്റെ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് അദ്ദേഹം ഫോൺ എടുക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നടത്തി തന്ന് 5-10 മിനിറ്റിനകത്ത് തിരിച്ചെന്നെ വിളിക്കുകയും ചെയ്തു. ആരാ? ഈ CEO ആണ്. ഹരി വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്, എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുമില്ല. അത് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഇതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം. കാരണം വളരെയേറെ ഒരു ഹോസ്പിറ്റൽ കേസാണ്, അറിയാൻ പറഞ്ഞ കാര്യം, വളരെയേറെ ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നീ അങ്ങ് വിളിച്ചാൽ മതി, നീ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെ ഒത്തിരി പേരെ എന്നെ ഈ 2-2.5 കൊല്ലം ഞാൻ ആ ഭാരവാഹിയായിരുന്ന സമയത്ത് എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരാളെ പേര് പറയുന്നത് വെച്ചാൽ അത് എനിക്ക് വളരെയേറെ ഉപകരിച്ച ഒരാളായിരുന്നു. പിന്നെ പതിവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, മിക്കവാറും ഞാൻ വെള്ളിയാഴ്ച ആറ്റുകാലമ്പലത്തിൽ പോകുമ്പോൾ ഒരേ സമയത്താണ് വരുന്നത്. അവിടെ വെച്ചും കുറേ നേരം സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും കാപ്പ് കുടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതിലുപരി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. അവസാനമായി ഞാൻ വീണ്ടും ഇവിടെ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യമൊക്കെ എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ കണ്ട് സംസാരിച്ചു. അവിടെയും അവസാനം ഞാൻ ഈ ഹോസ്പിറ്റലാണെന്ന് അറിയാം, പക്ഷേ ബന്ധപ്പെടാനോ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ വീണ്ടും പ്രയാസത്തിലാക്കിയൊരു കാര്യം, ഞാൻ ഈ മരണം അന്വേഷിച്ച് ശേഷം വീട്ടിൽ ചെന്ന ദിവസം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞു, എനിക്കവരെ പരിചയമില്ലായിരുന്നു, ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞ് മകൾ പരിചയപ്പെടുത്തി സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ആ രോഗശൈലിയും എപ്പോഴും പറയുമായിരുന്നു, സന്തോഷിനെ ഫോൺ ചെയ്യൂ, സന്തോഷിനെ ഫോൺ ചെയ്യുന്നു. ആ വിളി എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അതിൽ അങ്ങേയറ്റം ദുഃഖം ഞാൻ ഇപ്പോഴും അനുഭവിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ നമസ്കാരം. നമസ്കാരം. നമ്മുടെ വിട്ടുപിരിഞ്ഞ ശ്രീ NR ഹരികുമാർ അവരുകളെ ഞാൻ ഹരിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. 10-18 വർഷം മുമ്പ് ഇതേ ഹാളിൽ ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനുമായിട്ട് ബന്ധം ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ എന്നെക്കൊണ്ട് പല ആൾക്കാർക്കും, ഇതുപോലുള്ള സാധുക്കളായ ആൾക്കാർക്കെല്ലാം തന്നെ പല കവറുകളും കൊടുപ്പിക്കാൻ എന്നെ മുൻനിരയിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2007 അത്. അപ്പം അങ്ങനെ ആ ബന്ധം തുടങ്ങി നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, നെയ്യാറ്റിൻകരയിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ അതെങ്ങനെ ശ്രദ്ധിക്കപ്പെടണം, എങ്ങനെ ജനങ്ങളിലേക്ക് എത്തണം എന്നതിൻ്റെ പല ഭാഗങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞാൻ ഹരിച്ചേട്ടനോട് പറയുന്നു, ഹരിച്ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ഞാനിങ്ങനെ മറ്റ് എല്ലാ 2 സംസ്ഥാനങ്ങളിലും, തമിഴ്നാട്ടിലാണെങ്കിൽ മദ്രാസ് മെഡിക്കൽ മിഷനുണ്ട്, സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതി. കർണാടകയിലാണെങ്കിൽ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം കേരളത്തിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. നമുക്ക് ഒരു 100 ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന സൗജന്യ ശസ്ത്രക്രിയ ഒരു പ്രോജക്റ്റുമായി നമുക്ക് മുന്നോട്ട് പോകാൻ എന്താണ്, അങ്ങനെ നമുക്ക് മമ്മൂട്ടിയെ ഒന്ന് നമുക്ക് എൻ്റെ പ്രോജക്റ്റ് അംബാസിഡറായിട്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് എനിക്കന്ന് 22-23 വയസ്സേ ഉള്ളൂ. അപ്പം തന്നെ എല്ലാം എഴുതി സെറ്റ് ചെയ്ത് അപ്പം തന്നെ പറയുകയാണ്, കേരളീയവും നിംസുമായി ചേർന്നുകൊണ്ട് 100 പേർക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ഓഫീസ് സ്റ്റാഫൊക്കെ പറഞ്ഞു, എഴുതി ചിട്ടപ്പെടുത്തി. ഇതെല്ലാമായിട്ട്
ഹരിച്ചേട്ടൻ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ ബഹുമാനപ്പെട്ട ശ്രീ പങ്കജ് സേനൻ അവറുകൾ വഴി എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. ഇതെല്ലാം ചെന്ന് മമ്മൂട്ടിയെ വളരെ കാലത്തിന് ശേഷം കണ്ട് ഇതെല്ലാം ധരിച്ചപ്പോൾ മമ്മൂട്ടി ആദ്യം അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണല്ലോ, ആദ്യം എല്ലാം തിരസ്കരിക്കും. രണ്ടാമത് അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചു, കേരളീയോ മറ്റ് സംഘടനയൊന്നും പാടില്ല, ഹോസ്പിറ്റലും ഞാൻ മാത്രമാണെങ്കിൽ അതിന് ഞാൻ ആലോചിക്കാം. കാരണം ഇതിൻ്റെ പേരിൽ മറ്റൊരു ഫണ്ടിങ് പ്രൊജക്റ്റായിട്ട് ഇതിനെ കാണണ്ട എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വളരെ വേദനയോടുകൂടി ഹരിച്ചേട്ടനോട് പറയുകയാണ്, ഹരിച്ചേട്ട ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഏതൊരു സംഘാടകനാണെങ്കിലും ഏതൊരു ആളാണെങ്കിലും അത് നമുക്ക് വേറെ ആളിനെ നോക്കാം എന്നേ പറയുള്ളൂ. പക്ഷേ ഹരിച്ചേട്ടൻ പറഞ്ഞത് ഏറ്റവും നല്ല മൂവ്മെൻറ്റാണ്. അയാൾ പൈസ കളക്ട് ചെയ്യണമെന്നല്ലല്ലോ പറയുന്നത്, ഇത്ര സർജറി ഇപ്പം ചെയ്യണമെന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കണക്ക് ഫൈസൽജി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ പേര് വെട്ടിമാറ്റിയ എന്നിട്ട് പോലും ആ പദ്ധതി നിലനിൽക്കണമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്കെല്ലാം പരമാവധി ഗുണം ലഭിക്കണമെന്നും വിചാരിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എൻ്റെ മുമ്പിൽ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ വിശ്വാസമുള്ളതുപോലെ തന്നെയാണ് അദ്ദേഹം നമ്മളെയും അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനോടൊരു നമുക്കൊരു ബന്ധമുണ്ടായാൽ അദ്ദേഹം നമ്മളെ അതിര് കഴിഞ്ഞ് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വർഷങ്ങളോളമുള്ള ബന്ധം. കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് അപ്പോഴേ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോവിഡ് പിടിക്കുന്നത്. അദ്ദേഹം സെലക്ട് ചെയ്ത ആശുപത്രിയിൽ നിംസിലാണ് വന്നത്. നിംസ് ഹോസ്പിറ്റലിൽ വന്നു. കോവിഡ് അതിമൂർച്ഛിച്ച് വെന്റിലേറ്ററിലേക്ക് കയറുകയാണ്. അപ്പോൾ ആദ്യം 2 ദിവസം നിന്നപ്പോഴേക്കും കോവിഡിൻ്റെ വലിയ രൂക്ഷമായിരുന്നില്ല. 3ാമത്തെ ദിവസമായപ്പോഴേക്കും ഈ ലങ്സ് അങ്ങോട്ട് ഫെയിലിയറായി. ഈ പറഞ്ഞ വെന്റിലേറ്ററിലിട്ട് കയറുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഫൈസൽ വളരെ ക്രിട്ടിക്കലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മുമ്പിൽ അടുത്തുള്ളത് ഇപ്പോൾ അതിനുശേഷമാണ് തുടർന്ന് ഈ റെമഡിസിവിർ എന്ന ഇഞ്ചക്ഷൻ വളരെയധികം ഫേമസ് ആയി തുടങ്ങിയത്. അന്ന് റെമഡിസിവിർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മാത്രമാണ് അന്ന് ലഭ്യമായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുവാനും ഹരിച്ചേട്ടനോട് നമുക്കത് പ്രവർത്തിപ്പിക്കാം എന്ന് പറഞ്ഞാണ് റെമഡിസിവിർ ഇഞ്ചക്ഷൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. വളരെയധികം പ്രതീക്ഷ. 2-3 ദിവസം വെന്റിലേറ്ററിലായ ഒരു പേഷ്യൻ്റാണ്. അവിടെ നിന്നും ഹരിച്ചേട്ടൻ അതിനെ അതിജീവിച്ചു. അതിൽ നിന്നും കയറി തിരികെ വന്നു. അപ്പോഴും വന്ന് എന്നും കാണുന്നത് പോലെ ശരിയായിട്ടാ, കുഴപ്പമൊന്നുമില്ല, ഒരു പരിഹാസത്തിലോടുകൂടി പോകുന്നൊരു മനുഷ്യൻ. ഇത്രയധികം സംഘടന വൈവിധ്യമുള്ള, നമുക്കെല്ലാം കണ്ടുപിടിച്ചത്, ഞാനൊക്കെ ഈ പറയുന്ന സാമൂഹിക സാംസ്കാരിക മേഖലയിലൊക്കെ ഒരു സിസ്റ്റം എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കേരളീയത്തിൻ്റെ ഹരിച്ചേട്ടൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രസാദ് തന്നെ കറക്റ്റ് 5 എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തി. കേരളത്തിൻ്റെ എല്ലാ മീറ്റിങ്ങിലും 1 മണിക്കൂർ മുമ്പ് നമ്മളെയൊക്കെ വിളിക്കും. പരിപാടി 6 മണിക്കാണ്, അല്ലെങ്കിൽ പരിപാടി 4 മണിക്കാണ്. പ്രസാദും ആ ഒരു ട്രെയിനിങ്ങിൻ്റെ എത്രയോ വർഷമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സംഘടനയുടെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് എം പി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലും ഈ പറയുന്ന കണക്ക് പുസ്തകങ്ങൾ കൊടുക്കണമെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫൈസൽജിക്ക് അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ എത്ര പുസ്തകം വേണം. അപ്പോൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. 8 മണിക്ക് വിളിച്ചു, 9:30 വിളിച്ചു. അദ്ദേഹത്തിനൊരു മരുന്നൂടെ വേണം, കാരണം നിങ്ങൾ ഉറങ്ങണം. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേക്കും ഡോക്ടർ ഒരു ടാബ്ലറ്റേ കൊടുക്കുള്ളൂ, ഒന്നുകൂടെ കിട്ടിയാലേ ഉറങ്ങുള്ളൂ. ഡോക്ടർ പറഞ്ഞു കിഡ്നി പ്രോബ്ലം ഉള്ളതുകൊണ്ട് 1 കൂടുതൽ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ അത് റിക്വസ്റ്റ് ചെയ്യാണ്, ഫൈസൽജി ഒന്നതൊന്ന് പറഞ്ഞേക്കണേ, ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഒരു മരുന്ന്. ഞാൻ എങ്ങനെ ഡോക്ടറെ അടുത്ത് പറയും? ഡോക്ടറെ അടുത്ത് ഒരു മരുന്നൂടെ കൊടുക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ? അവസാനം ഇദ്ദേഹത്തിൻ്റെ വിളികൊണ്ട് ഞാൻ ഡോക്ടറുടെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനോട് വിളിച്ച് പറഞ്ഞു, സാർ പിന്നെ പകുതി കൂടെ കൊടുക്കാൻ വകുപ്പ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെയും ആ ഡോക്ടറെ കൊണ്ടും സമ്മതിപ്പിച്ചും പകുതി മരുന്ന് കൂടുതൽ കൊടുത്ത് ഹരിച്ചേട്ടൻ ഉറങ്ങി എന്നുള്ളതാണ്. തിരിച്ച് വീട്ടിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ഇത്രയും വിളിച്ച് സംസാരിച്ചു, ചേട്ടാ പാഠപുസ്തകങ്ങളൊക്കെ ഗവൺമെൻറ്റൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യല്ലേ, ഇപ്പോൾ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ സാധുക്കളാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത്. ഞാൻ ഇന്നൊരു ആർട്ടിക്കിൾ വായിച്ചാൽ ബീഹാറിലും ജാർഖണ്ഡിലും ഒക്കെ എത്രയോ വിദ്യാർത്ഥികൾ ഇപ്പോഴും സ്കൂളിൽ തന്നെ പോകുന്നില്ല എന്നുള്ളതാണ്. ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമുക്കൊരു 5000 പുസ്തകം തന്നാൽ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുമോ? അതാണ് എവിടെയാണ് ആർക്ക് ആവശ്യമെന്ന് അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു തിരിച്ചു പോക്ക് എന്നാൽ ഹരികുമാറിൻ്റെ ജീവിതത്തിലില്ല. അതിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. ബീഹാർ എങ്കിൽ ബീഹാർ. ഞാൻ വിചാരിച്ചിട്ട് അത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, നമ്മുടെ എല്ലാം ഒരു ഗുരുതുലനായിട്ടുള്ള, എനിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ വ്യവസായ മേഖല വന്നവരാണ്. ഇരിക്കുന്ന ശക്തിധരൻ സാറിനെ ആയിരുന്നാലും, ശ്രീ അജിത് കുമാർ ഏട്ടനായിരുന്നാലും, ഇവരെല്ലാവരും RS ശിവകുമാർ സാറിനെ ആയിരുന്നാലും, ശ്രീ മുജീബിനെ ആയിരുന്നാലും, എല്ലാവരെയും
എനിക്കൊരു സുഹൃത്ത് ബന്ധവും പരിചയവും ലഭിച്ചതെല്ലാം അദ്ദേഹം വഴി തന്നെയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. വേദിയിൽ വന്നിരിക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് രണ്ട് വാക്ക് പറയാൻ ഞങ്ങൾ ശ്രീ എം.ആർ. അജിത് കുമാറോട് അഭ്യർത്ഥിക്കുന്നു. അജിത് കുമാർജിയും ഹരികുമാറും തമ്മിലുള്ള ഒരു ആത്മബന്ധം നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കും. സുഹൃത്തുക്കളെ, ഹരികുമാർ മരണപ്പെടുമെന്ന് നേരത്തെ അറിയാവുന്നുള്ള ഒരുപക്ഷെ പല വ്യക്തികളാളും ഞാനാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അമൃതയിൽ അഡ്മിറ്റായപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാനാണ് അമൃതയിൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിരിക്കും അമൃതയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്നോട് പറഞ്ഞു മാക്സിമം 2 മാസം, 1 മാസത്തിനകത്ത് പ്രതീക്ഷിക്കാം. എന്നെ ആദ്യമായിട്ട് ഹരികുമാറിനെ പരിചയപ്പെടുന്നത് മുജീബാണ്. ഞാൻ 2009 ട്രിവാൻഡ്രം കമ്മീഷണറായി വരുമ്പോഴാണ് ഞാൻ ഹരിയേട്ടനെ ആദ്യം പരിചയപ്പെടുന്നത്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ മദ്യപിക്കാതെ എന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഫയർ എന്ന് പറഞ്ഞൊരു സാധനം ശരിയാക്കി ആദ്യമായിട്ട് ഫയർ ടേസ്റ്റ് ചെയ്യിപ്പിച്ച ആളാണ് ഹരിയേട്ടൻ. എന്തായാലും ഇപ്പം മദ്യപിക്കാറില്ല, അതോടെ നിർത്തി. അപ്പോൾ വളരെ ഇന്നേ വരെ ഹരിയേട്ടനോട് വരുമ്പോൾ ഹരിയേട്ടൻ ബില്ല് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എനിവേ അത് ലോങ് ബാക്ക്. എനിക്ക് പറയാൻ രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, അദ്ദേഹം കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഞാനും മുജീബും കൂടെ പുള്ളിയുടെ വീട്ടിൽ പോയി. ഒരു കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാ ബാധ്യതകളും കഴിഞ്ഞു, മകളുടെ വിവാഹം കഴിഞ്ഞു, മകളുടെ ഉണ്ട്, മകളുടെ വിവാഹം കഴിഞ്ഞു, എനിക്കിനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ അങ്ങനെയൊന്നുമല്ല, 1 വർഷം മുന്നേ പുള്ളിയോട് ഞാൻ പറഞ്ഞു മദ്യപിക്കരുതെന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യം കാണുമ്പോൾ ചേട്ടൻ മദ്യപിക്കുന്നുണ്ടോ എന്ന് ഞാൻ ശാസനയോട് ചോദിക്കാറുണ്ട്. ഇല്ല ഇല്ല എന്ന് അസലായിട്ട് കള്ളവും പറയും. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ആറ്റുകാൽ രാവിലെ 8 മണിയുടെ അഭിഷേക പൂജയ്ക്ക് കൂടുന്ന ആളാണ്. എല്ലാ വെള്ളിയാഴ്ച അത് കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോവും. എനിക്ക് ഒരു മസാല ദോശ അല്ലെങ്കിൽ ദോശ മേടിച്ച് തരും. ഞാൻ ദോശ കഴിക്കാൻ വേണ്ടിയല്ല പോകുന്നത്, എൻ്റെ വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ ധാർമ്മിക രോഷവും രാഷ്ട്രീയ വിരോധവും സമൂഹത്തോടുള്ള എല്ലാ ദോഷവും എല്ലാ ദേഷ്യവും ഞാൻ പുള്ളിയെ ചീത്ത വിളിച്ച് തീർക്കും. പുള്ളി എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് ഒരു പക്ഷേ മറ്റുള്ളവരോട് മുഖത്ത് പറയാൻ പറ്റാത്ത എല്ലാ സാധനവും ഞാൻ അദ്ദേഹത്തിനോട് അരമണിക്കൂർ ഇരുന്ന് പറയും. അദ്ദേഹം വളരെ സമാധാനത്തോട് കേൾക്കും. പലതും പബ്ലിക്കലി പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, എന്നാലും അദ്ദേഹം എല്ലാം കേൾക്കും. കേട്ടിട്ട് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് പറയും. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എല്ലാ വെള്ളിയാഴ്ച കാണാറില്ല, ഞാൻ അവിടെ പോകാറുമില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ നോക്കുന്നത് വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്ത ഹരിയേട്ടൻ അവിടെ ഉണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ഞാൻ തമിഴ്നാട്ടിലായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് വിളിച്ച് ഒറ്റ കാര്യം പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഹരിയേട്ടൻ കരയുന്നത് ടെലിഫോണിൽ കൂടെ കേട്ടു. ഒറ്റ കാര്യം പറഞ്ഞോളൂ, എനിക്ക് നിങ്ങളൊക്കെ സ്നേഹിച്ച് മതിയായില്ല, എനിക്ക് ഇനിയും ജീവിക്കണം, ഇനിയും നിങ്ങളെ സ്നേഹിക്കണം. അത് വലിയൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു വാക്കായിരുന്നു. ഞാൻ മുജീബിനെ വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിനെ പോയി നമുക്ക് കാണണം. കാഞ്ചാൽ അദ്ദേഹം വളരെ ഡിപ്രസ്ഡാണ്. ഇതുവരെ എനിക്ക് മരിക്കാൻ ഭയമില്ല എന്ന് പറഞ്ഞ ഹരിയേട്ടൻ ആദ്യമായിട്ടാണ് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇനിയും ജീവിക്കണം, ഇനിയും സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. അതിന് 2 ആഴ്ച മുമ്പാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഇനി അദ്ദേഹം 1 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ മുജീബിനോട് നമുക്ക് പോകണം, പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നമുക്ക് പുള്ളി ഒന്ന് സംസാരിച്ച് ഒന്ന് കൺസോൾ ചെയ്യണം. എത്ര ദിവസം എന്നറിയില്ല, പക്ഷെ അതിന് സാധിച്ചില്ല.
ഹരിയേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹം ഫൈസൽ ഖാൻ പറഞ്ഞ പോലെ ഹരിക്ക് കോവിഡ് അഡ്മിറ്റ് ചെയ്ത ദിവസം ഞാനും കോവിഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ഞാൻ മെഡിക്കൽ കോളേജിലാണ് പോയത്. ഇത്രയും അദ്ദേഹം കോവിഡ് മോശമായിട്ട് ഞാനും വളരെ മോശം കണ്ടീഷനിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. കോവിഡ് റിക്കവർ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വന്ന് എൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹം എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. എന്നെക്കാളും മോശം കണ്ടീഷൻ പുള്ളിയുടെയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ഫാമിലി ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് വന്ന് ഒരു 2 മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് പുള്ളി എന്നെ മാക്സിമം കൺസോൾ ചെയ്ത് മാക്സിമം സമാധാനിപ്പിച്ചാൽ പോയിക്കൊടുന്നു. ഒരു ഹരിയുടെ ലോസ് ഒരു തീരാ നഷ്ടമാണ്. എന്നെക്കാളുപരി ഈ വേദിയിലിരിക്കുന്ന പലർക്കും അത് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടാണ് പറഞ്ഞത്. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കതാണ്, എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് ഇനിയും സ്നേഹിക്കണം. ആ സ്മരണയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കേരളീയത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. മരിക്കണ്ട, എനിക്ക് ഇനിയും ജീവിക്കണം, നിങ്ങളെ സ്നേഹിക്കണമെന്ന വാക്കോടെ നിർത്തുന്നു. നന്ദി. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാജ്മോഹൻ ചേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട NR ഹരികുമാർ നമ്മെ വിട്ടുപോയിട്ട് അധികം ദിവസങ്ങളായില്ല. ഈ അനുശോചന യോഗത്തിന് എത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എറണാകുളത്തുള്ള എന്നെ ശ്രീ പാച്ചല്ലൂർ ജയകൃഷ്ണൻ, എൻ്റെ സുഹൃത്ത്, വിളിച്ചിങ്ങനെ NR ഹരികുമാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അത് അമൃത ആശുപത്രിയിലുണ്ട്. ശ്രീ ശാസ്തമംഗലം മോഹനം വിളിച്ച് ചോദിച്ചു, അന്ന് അങ്ങോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാനൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് മരണത്തിനും ആശുപത്രികളിലും പോകാത്ത ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് അവിടെ പോയി കാണാൻ കഴിഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് ശ്രീ NR ഹരികുമാറിനെ, ഈ ട്രിവാൻഡ്രം ക്ലബിൽ ഓടി നടന്ന ഹരികുമാറിനെയാണ് നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നത്. അദ്ദേഹം 1975-76 കാലഘട്ടം എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനന്ന് വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന കാലത്ത് എൻ്റെ എതിർ സംഘടനയ്ക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ഞാൻ ഈ വേദിയിൽ ശ്രീ GS പ്രദീപിനെ കാണുന്നു. ഞാൻ ഓർമ്മിക്കുന്നു, ദേശാഭിമാനിയുടെ ബാലസംഘം എന്ന പ്രസ്ഥാനം നെടുങ്കാട് പ്രദേശത്ത് സംഘടിപ്പിക്കുമ്പോൾ NR ഹരികുമാറും ശ്രീ GS പ്രദീപും ശ്രീ മഹേന്ദ്രൻ, ഈ 3 പേരുകളും ഞാൻ ഓർമ്മിക്കുന്നു. കാരണം ഞാനും ഒരു ബാലവേദിയുടെ പ്രവർത്തകനായിരുന്നു. ഇവർ ബാലസംഘവും ഞാൻ ബാലവേദിയും. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ വിദ്യാർത്ഥി, യുവജന, രാഷ്ട്രീയ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴൊക്കെ 76 വരെയാണ് ഇന്ന് അദ്ദേഹം CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി. അതിനുശേഷം പിന്നെ വിവിധ സാമൂഹ്യ സംഘടനകളിൽ, വിവിധ സന്നദ്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹരികുമാറിനെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഇവിടെ ഇപ്പം ശ്രീ അജിത് കുമാർ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ മരിക്കും എന്നറിയാമായിരുന്ന ആളായിരുന്നെങ്കിലും മരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ജനനം, മരണം എന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. ഒരു രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം വന്ന് നമ്മളെ ആശ്ലേഷിച്ചുകൊണ്ട് പോകുമ്പോഴും, ഒരു ഗുരുതരമായ രോഗത്തിന് താൻ അടിമയാണ് എന്നറിയുമ്പോഴും ചിരിച്ച് ചെയ്തുകൊണ്ടിരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിച്ച് ഒരുപാട് ആളുകളെ സഹായിക്കുകയും
ഒരുപാട് വിഷയങ്ങളിൽ സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു മഹാനായ മനുഷ്യനായിരുന്നു. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹരികുമാർ സഹായിച്ചാണ് എനിക്ക് വീടുണ്ടായത്, എൻ്റെ മകൻ്റെ കല്യാണം നടന്നത്, എൻ്റെ മകളുടെ കല്യാണം നടന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ ഹരികുമാറിനെയും എന്നെയും അറിയാവുന്ന ആളുകളായതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും മരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും മരിക്കാൻ ഇഷ്ടമില്ലായിരുന്ന അദ്ദേഹം, നമ്മളൊക്കെ മലയാള ചലച്ചിത്രങ്ങൾ കാണുന്നവരാണ്. ശ്രീ വയലാർ രാമവർമ്മ എഴുതിയതുപോലെ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ആത്മാവിനങ്ങനെ വരാൻ കഴിയുമെങ്കിൽ നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുണ്ടായ തീരാ നഷ്ടത്തിൽ, ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ രാജ്മോഹൻ ചേട്ടൻ, മറ്റ് വേദിയിലുള്ള നേതാക്കളെ, സഹോദരന്മാരെ, കേരളീയത്തിൻ്റെ പ്രവർത്തകരെ, മറ്റ് NR ഹരികുമാറിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഹരികുമാറിൻ്റെ ജീവിതത്തിലെ എല്ലാ ഏടുകളെക്കുറിച്ചും ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദീർഘമായ ഒരു സംസാരത്തിന് എനിക്ക് സ്കോപ്പില്ല. പക്ഷേ എങ്കിലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം. ശ്രീ NR ഹരികുമാർ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അവസാന വർഷം കുറേ കാലം കേരളീയത്തിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു സജീവ സാന്നിധ്യവുമായിരുന്നു. ഇവിടുത്തെ അംഗങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും, ഏത് രീതിയിലുള്ള പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹം അത് കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉള്ള ആളായിരുന്നു. ഏത് പറഞ്ഞാലും നടത്തിയെടുക്കാൻ സഹായിക്കാം എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ആര് തന്നെയാണെങ്കിലും അവരുടെ മക്കളോ മരുമക്കളോ പെൺമക്കളോ ആര് തന്നെ മറ്റൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് അവർക്ക് വേണ്ട സഹായം ചെയ്യുവാനുള്ള ബന്ധം ഹരികുമാറിനുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്രയും വെൽ കണക്റ്റഡ് ഒരു റിലേഷൻഷിപ്പുള്ള മറ്റൊരു പൊതുപ്രവർത്തകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെയാണെങ്കിലും ശരി, അത് അദ്ദേഹം അവരെ വിളിച്ച് ഏർപ്പാട് ചെയ്ത് ഈ പോകുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയായിരുന്നു. അതൊന്ന്. അതോടൊപ്പം തന്നെ ഈ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് ആരോടും മിണ്ടാതെ, തൊട്ടടുത്താണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമ്മളോടത്ത് പോലും പറയാതെ അദ്ദേഹം ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്താൽ അത് മറ്റൊരാൾ അറിയിക്കാത്ത ഒരു സ്വഭാവ ഗുണം ഞാൻ കണ്ടിട്ടുള്ള ഹരികുമാറിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സൽഗുണമാണ്. തീർച്ചയായും ശ്രീ ഹരികുമാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, സഹകരിക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഒരു വലിയ തീരാ നഷ്ടമാണ്. അദ്ദേഹത്തെ പോലെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ അവരോടൊപ്പം ആ ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജി രാജ്മോഹൻ സാർ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട്
ഞാൻ കുറച്ച് വൈകിപ്പോയതിലുള്ളൊരു പ്രയാസം. കാരണം എനിക്ക് മുമ്പ് നിശ്ചയിച്ച, ഇപ്പോഴല്ല, ഹരികുമാറിൻ്റെ വിയോഗം അടുത്ത ദിവസമാണ്. വളരെ മുമ്പ് നിശ്ചയിക്കപ്പെട്ടൊരു പ്രധാന ചുമതല. അങ്ങനെയാണ് വൈകിയത്. ഞാൻ ദീപക് കൊണ്ട് അഡ്വക്കേറ്റ് ഞങ്ങളൊക്കെ അവിടെ പോയി. അവിടെ ഇപ്പോഴും ഉണ്ടാകേണ്ടതാണ്, അവിടെ നിന്ന് വന്നതാണ്. ഹരികുമാറിൻ്റെ കാര്യത്തിൽ ഈ ഒത്തുചേരലിൽ, ഈ ദുഃഖത്തിൽ പങ്കാളിയാവുക എന്നതാണ് ഉദ്ദേശം. ഹരിയെ സംബന്ധിച്ച് എല്ലാം ഇനിയൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. ശാസ്തമംഗലം മോഹൻ കൂടി സംസാരിച്ചപ്പോൾ ഇനി ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല. കാരണം അതാണ് ഹരി, NR ഹരികുമാർ. ഇത്രയധികം വ്യക്തിബന്ധമുള്ള, ഇത്രയധികം സ്നേഹബന്ധമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിന് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ ഹരിയുമായിട്ടുള്ള ബന്ധം വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. വിദ്യാർത്ഥി ജീവിതകാലം കഴിഞ്ഞ് ഉള്ള ബന്ധമാണ്. പക്ഷേ ഹരി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വാസ്തവത്തിൽ ഹരിയുടെ അകാലത്തിലുള്ള വേർപാട് നമുക്ക് ഒരു തീരാനഷ്ടമാണ്. തീരാനഷ്ടം എന്ന് അതിനെ ഞാൻ പറയും. അത്ര കണ്ട് പ്രയാസം. പക്ഷേ എന്താ പറയുക, മരണം. ഞാനിപ്പോൾ വരുന്ന ചടങ്ങിൽ തന്നെ അവിടെ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ MR രാജഗോപാലാണ്. അദ്ദേഹം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ വലിയ ഓഡിയൻസാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച് ഈ ഓഡിയൻസിൽ ഉള്ള, ഇവിടെ ഇരിക്കുന്നവരിൽ അവരോടുള്ള ചോദ്യമാണ്, മരണത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? ആദ്യത്തെ ചോദ്യമാണ് മരണത്തെക്കുറിച്ച്. ആദ്യം ഒരാൾ കൈപൊക്കി, പിന്നെ 2 പേർ കൈപൊക്കി. കാരണം ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. മരണമില്ല എന്ന് ഉള്ള രൂപത്തിലാണല്ലോ നമ്മുടെ ജീവിതം. പക്ഷേ മരണമെന്ന് മാത്രമാണ് ജീവിതത്തിൽ ഉറപ്പായ ഒരേ ഒരു കാര്യം. ആ രൂപത്തിലുള്ള ലെക്ചറായിരുന്നു. മരണമുണ്ട്. പക്ഷേ ഹരിയെ സംബന്ധിച്ച് പറയുമ്പോൾ മരണമുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു സന്ദർഭത്തിലാണ്, കൂടുതൽ ആവശ്യമായ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടായത് എന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആ നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാം. കേരളീയം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, മഹത്തായ പ്രസ്ഥാനം, അതേപോലുള്ള പല കൂട്ടായ്മകളും, ട്രിവാൻഡ്രം ക്ലബ്ബ് എന്ന് ഏതാണെങ്കിലും മുന്നോട്ട് പോകാൻ ഹരിയുടെ ഓർമ്മകൾ എന്നും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും, ശക്തി പകരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമമിടുന്നു. നമസ്കാരം. സാൻഡി മാത്യു ഹരിയുടെ വലിയ സുഹൃത്താണ്, അമേരിക്കൻ സുഹൃത്താണ്, അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ പ്രതിനിധിയാണ്. രഞ്ജിത്ത് കാർത്തികേയനും കൂടെ ഇത് കഴിഞ്ഞിട്ട് 2 വാക്ക് പറയണം. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പൊക്കളയരെന്ന് പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഹരിയേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സുഹൃത്തുക്കളെ, ഒരു പക്ഷേ ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനം എല്ലാവർക്കും ഹരിയേട്ടനെക്കുറിച്ച് 2 വാക്ക് പറയാം എന്ന് തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നു നാളെ നേരം വെളുത്താൽ പോലും
നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം അവസാനിക്കില്ല. ഹരിയേട്ടൻ ഇത്ര വലിയൊരു അപകടാവസ്ഥയിലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ എന്നുള്ളൊരു സങ്കടം ഒരു വശത്ത് നിൽക്കുന്നു. സ്വിറ്റ്സർലൻഡിലുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഹരിയേട്ടനെ പരിചയപ്പെടുന്നത്. ആ പ്രോഗ്രാം അന്ന് അവിടെ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കേരളീയത്തിൻ്റെ 2.5 ലക്ഷം രൂപ സ്വിറ്റ്സർലൻഡിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ പേയ്മെൻറ്റ് എന്നിട്ട് അവർ ആ വ്യക്തി തിരിച്ചു തരാൻ തയ്യാറായില്ല. പക്ഷെ ഹരിയേട്ടനും ഞാനും അതിന് ശക്തമായ നിലപാടെടുത്തു. ഇത് നിരപരാധികളുടെ അല്ലെങ്കിൽ സാധാരണ സഹായം അർഹിക്കുന്നവരുടെ ഒരു പൈസയാണ്, തിരിച്ചു കൊടുത്തേ മതിയാവൂ എന്നുള്ള നിലപാടെടുത്തു. ഞങ്ങളത് തിരിച്ചു വാങ്ങുകയും ചെയ്തു. തിരിച്ചുകൂടെ പൈസ എത്തി. 1 വർഷത്തിനുള്ളിൽ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഹരിയേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരീരം തിരുമ്മി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ കട്ടിലിൽ എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ റെയ്ത്ത് സമർപ്പിക്കണം എന്നെ അമേരിക്കയിൽ നിന്ന്, ഞാനിവിടെ ആയിരുന്നുകൊണ്ട് അനവധി പേര് പറഞ്ഞു. കാരണം അവിടെ എല്ലാം ഹരിയേട്ടനൊരു വലിയ സുഹൃത്തായിരുന്നു എല്ലാവരുടെയും. പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ രാധേച്ചി EM രാധ റെയ്ത്ത് സമർപ്പിച്ചു. ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിലിന് വേണ്ടിയും റെയ്ത്ത് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഗ്ലോബൽ അംബാസഡറാണ്. അതിനും വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു മെസ്സേജ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇത്ര ഐശ്വര്യപൂർണനായ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയം ഈ ഹോളിൽ കാണുന്നതൊന്നും അല്ല. മാധ്യമങ്ങൾ എത്രമാത്രം അത് ശക്തമായി ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളതിനകത്ത് എനിക്ക് പരാതിയുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് നന്മകൾ ചെയ്ത ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു വിളക്കായി മാറിയ ഒരു വ്യക്തിയെ ഇങ്ങനെ പരിഗണിച്ചാൽ മതിയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. എന്താണേലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വലിയ കാര്യം, ഒരു എൻഡോമെൻ്റോ എന്തെങ്കിലും ഒരു വലിയ കാര്യം കേരളീയമായിട്ട് ബന്ധപ്പെട്ട് കേരളീയത്തിൻ്റെ യശസ്സിനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും വേണ്ടിയിട്ട്. കാരണം നമ്മുടെ എല്ലാം മനസ്സിൽ ഹരിയേട്ടൻ ജീവിക്കുക. ഒരു മെസ്സേജ് കൂടെ പറയുന്നു. ഹരിയേട്ടൻ മറ്റൊരു തരത്തിൽ നമുക്കൊരു മെസ്സേജാണ്. നമ്മളൊക്കെ സുഹൃത്തുക്കളെല്ലാം പരസ്പരം ഒത്തുകൂടുമ്പോൾ ചിലപ്പം അല്പം മദ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ഒരു വലിയ തെറ്റായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ കൊച്ചു സമൂഹത്തിൽ ആർക്കെങ്കിലും ഒക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിന് കഴിയണം. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും അങ്ങനെ അതിരുവിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അദ്ദേഹത്തിൻ്റെ കാരണം ഇതുപോലൊരു തീരാ നഷ്ടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ പോയാൽ വേറെ ആളുകൾ അതിന് പകരം വയ്ക്കാനില്ല. വലിയൊരു ശൂന്യതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹരിയേട്ടൻ്റെ വേർപാട് എന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഹരിയേട്ടൻ എന്നും ഒരു ദീപസ്തംഭമായി ഉജ്ജ്വലമായി ജീവിക്കട്ടെ. തലമുറകളിലേക്ക് ഹരിയേട്ടൻ്റെ സന്ദേശം നമുക്ക് കൈമാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഈ ഹരിച്ചേട്ടനുമായിട്ട് വളരെ ആകസ്മികമായിട്ട് കണ്ട പരിചയം. എനിക്ക് ബൈജു സന്തോഷ് അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. കേരളീയത്തിന് മുമ്പായിട്ടൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ബ്രേക്കവേ കേരളീയം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് തുടങ്ങുന്ന അന്ന് മുതൽ ആ പ്രസ്ഥാനമായിട്ട് വളരെ ക്ലോസായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഇവിടെ കാണുമ്പോൾ മകളെ പരിചയപ്പെടുത്തുക, മകളുടെ കാര്യങ്ങളെ പറ്റി പറയുക, പഠിത്തത്തിനെ പറ്റി പറയുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമുക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം, ബഹുമാനം, അദ്ദേഹത്തിനെ പറ്റി ഓർമ്മകൾ നിലനിർത്തണമെങ്കിൽ
നമ്മൾ കേരളീയം എന്നുള്ളൊരു പ്രസ്ഥാനം അദ്ദേഹം വിഭാവനം ചെയ്ത തലങ്ങളിലേക്ക് വളർത്തി ഒരു കൂട്ടായ പരിശ്രമത്തോടു കൂടി എന്തിനാണോ ആ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ജീവിച്ചത്, ഈ ലാസ്റ്റ് മിനിറ്റിൽ പോലും അദ്ദേഹം എൻ്റെ അടുത്ത് ലാസ്റ്റ് പറയുന്നത് നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കോൺട്രിബ്യൂഷനെ പറ്റി എന്നെ കാണുമ്പോൾ. അപ്പം ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയിലേക്ക് വളർത്തി വലുതാക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നേക്കും നിലനിർത്തുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഹരിയെ കാണുന്നത് 1972 തിരുവനന്തപുരത്ത് വരുമ്പോഴാണ്. അന്ന് ഹരി ആദ്യമായി ഞാൻ കാണുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ്. കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ്. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. എന്നെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയപ്പോൾ എൻ്റെ മെമ്പർഷിപ്പ് ഇങ്ങോട്ട് അതേ ഘടകത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാക്കി ആക്കി തന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വിജയ് പറഞ്ഞ ജില്ലാ കമ്മിറ്റി 78, ഞാൻ 72-ലാണ്. നമ്മൾ തമ്മിൽ വളരെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അത് വേറെ കഥ. അപ്പം അങ്ങനെ ഞാൻ വരുമ്പോൾ ഹരി ഒരു കുട്ടിത്തം വിടാത്ത ഒരു ചെറുപ്പക്കാരൻ പാർട്ടി ഓഫീസിൽ നിൽക്കുന്നു. അപ്പം ഞാൻ വന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളാണ്. അയ്യോ എനിക്കറിയാം, സഹാബിനെ അറിയാം എന്നെന്നോട് പറയുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ്. പക്ഷെ ഞാൻ പിന്നെ 75 എമർജൻസിയിൽ 76 എമർജൻസി 75 ജൂണിൽ തുടങ്ങുന്നു. 76 ഞാൻ വീണ്ടും എൻ്റെ പിതാവിൻ്റെ നിര്യാണത്തെ തുടർന്ന് എനിക്ക് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. എറണാകുളവും തൃശ്ശൂരുമായി 3 വർഷം കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വന്നിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് പോയിട്ടില്ല. എനിക്ക് ഹരിയെ സംബന്ധിച്ച് ഇവിടെ എല്ലാവരും പങ്കുവെച്ച ഓർമ്മകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഹരി ഒരു ഒരു അസറ്റായിരുന്നു. എൻ്റെ ജീവിതത്തിലൊരു ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽ ഞാനും ഹരിയും തമ്മിൽ അല്പസ്വല്പം വർത്തമാനം പറച്ചിലും ഇടച്ചിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ മകൻ ജർമ്മനിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു കോവിഡ് കാലത്ത്. അന്ന് ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും മറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെ മരണാനന്തര ക്രിയകൾക്ക് വേണ്ടിയുമൊക്കെ ഹരി വന്നു നിന്ന് ചെയ്ത സഹായങ്ങൾ ഒരു കാലത്തും എൻ്റെ ഓർമ്മയിൽ നിന്നും മറയില്ല. അത്തരത്തിലുള്ള ഇവിടെ പലരും സൂചിപ്പിച്ചില്ലേ, ഹരിക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കി അത് ചെയ്യാനും അതിൻ്റെ ഒന്നും ഞാനല്ല എന്ന് മാറി നിന്ന് കണ്ട് ആസ്വദിക്കാനും കഴിയുന്ന ഒരു കഴിവ്, അത് വളരെ അപാരമാണ്. അത് എല്ലാ മനുഷ്യജീവികൾക്കും കിട്ടുന്നതല്ല. അത് ഹരിയിൽ മാത്രം നിക്ഷിപ്തമായ ഒരു പ്രത്യേകതയായിരുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹരിക്ക് എല്ലാവരോടും ആരോടും ഒരു മുഷിഞ്ഞു വർത്തമാനം പറയുന്ന സ്വഭാവം ഹരിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരോടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ആളുകളോടാണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ളവരോട്, ഇവിടെയുള്ളവരോട് മാത്രമല്ല വിദേശത്തുള്ളവരോട് പോലും ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറാറ്. അത് ഹരിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ആ പ്രത്യേകത എല്ലാവർക്കും മനുഷ്യജന്മത്തിൽ കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്, നിർബന്ധം പിടിക്കരുത് എന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ള. ഹരിക്ക് സമാനം ഹരി മാത്രമായിരുന്നു എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും വിശ്വാസം. ഞാൻ ഒരുപാട് വ്യക്തികളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കാണാനും ഇടപഴകാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ള ഒരാളെന്നുള്ളത്. ഹരിയിലുള്ളൊരു പ്രത്യേകത അത് നമുക്കിനി വളരെ അപൂർവമായി മാത്രമേ നമ്മളുടെ ഓർമ്മയിൽ ജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഹരിയുടെ നിര്യാണം ആ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് തന്നെ ഉണ്ടായ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെയൊക്കെ മാറിപ്പോയെങ്കിലും രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും അടിസ്ഥാന പ്രമാണങ്ങൾക്കും ഒന്നും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പോലും അങ്ങനെ അല്ലെങ്കിൽ പോലും ഞാൻ ഹരിയായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവനായിരുന്നു. ഹരിയുടെ ആ കഴിവും ഹരിയുടെ ആ പ്രത്യേകതകളുമൊക്കെ അദ്ദേഹത്തിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക്
മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരം കേരളീയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അത് തീരുമാനിക്കണം. ഹരി ഒരു കാലത്തും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മെമ്മറിയിൽ നിന്ന് മറഞ്ഞു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹരിയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ തല നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അന്ന് തുടങ്ങിയ ഒരു ബന്ധം ദീർഘകാലം 10-25 വർഷവും ഹരിയായിട്ടുള്ള ബന്ധം ഒരു ജ്യേഷ്ഠനെ പോലെ അത്രത്തോളം സ്നേഹത്തോടുകൂടി ആണ് നമ്മൾ പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള വിദ്യാർത്ഥി സമരത്തിനകത്തെല്ലാം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പോലീസ് മർദ്ദനമൊക്കെ തന്നെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ആശുപത്രിയിലൊക്കെ കിടക്കുന്ന സന്ദർഭത്തിലെല്ലാം ഒരു തണലായി ഞങ്ങളെ വിദ്യാർത്ഥി സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും മുമ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിയങ്കരനായിട്ടുള്ള ഹരി എന്നുള്ളതാണ്. ഏത് സമയത്ത് സംസാരിക്കുമ്പോഴും നല്ല കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ളതായിരുന്നു ചിന്തകളിൽ ഏറെയും. ചൈൽഡ് വെൽഫെയറിൻ്റെ ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനകത്തുള്ള എയ്ഡ്സ് ബാധിച്ചിട്ടുള്ള കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന് ഇരുത്തി അവരുടെ ചിലവും അവരുടെ മരുന്നിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ഒരു നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു അത്രത്തോളം കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം കൊടുക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അവസാനം വിളിക്കുമ്പോൾ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നെക്കുറിച്ചും ഏറ്റവും അവസാനം ഞങ്ങൾ നടത്തിയ സംഭാഷണവും ഹരി ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. എന്നെക്കുറിച്ചും വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യം അതൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ പറഞ്ഞതുപോലെ ഹരി തിരുവനന്തപുരം ജില്ലയ്ക്കകത്തൊരു നിറ സാന്നിധ്യമായിരുന്നു. നമ്മളെപ്പോലെയുള്ള ഒരു തലമുറയ്ക്ക് ഒരുപാട് മാതൃകാപരമായി ഈ ഉള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അതീവമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ ഓഡിയൻസിലുള്ള ആർക്കെങ്കിലും 2 വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? രവിശങ്കർ. വേദിയിലും സദസ്സിലും എല്ലാവർക്കും നമസ്കാരം. ഹരിയേട്ടനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ വെച്ചാലും ഹരിയേട്ടനുമായിട്ട് ഞാൻ 2001 ഹരിയേട്ടൻ്റെ ജീവിതത്തിലുണ്ടായ ഈ കേരളീയം എന്ന പ്രസ്ഥാനം ഉണ്ടാവാനുണ്ടായ ഒരു കാരണക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. 2001 ഞാൻ ടൂറിസം ഇന്ത്യ എന്ന എൻ്റെ പ്രസ്ഥാനം ഹരിചേട്ടൻ്റെ വീടിനോട് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു ദിവസം ഓഫീസിൽ കയറി വരുന്നു. എന്നോട് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് സുരേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ആണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. എന്നോട് പറയുന്നു, എനിക്ക് യാത്രയോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എനിക്ക് അധികം സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല, അതിനൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് ഹരിയേട്ടൻ വരുന്നത്. അപ്പോൾ അതിൽ 99-2000 ഞാൻ ടൂറിസം ഇന്ത്യ ലണ്ടനിൽ കേരള ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ടാണ് വന്നത്. 2001 പിന്നെ ആദ്യത്തെ 2001 ഞങ്ങളെ കേരള ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഹരിചേട്ടന് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ പിന്നെ ഹരിയേട്ടൻ ഹരിയേട്ടൻ ഇപ്പോൾ 2 വർഷം മുമ്പാണ് നമ്മളെ വിട്ടുപോയത്. ഹരിയേട്ടൻ വഴി അവസാനം ഹരിചേട്ടന് ലണ്ടനിലേക്ക് ആദ്യത്തെ ഒരു യാത്ര ഒരുക്കി കൊടുക്കാൻ ഒരു സാഹചര്യമുണ്ടായി. ആ യാത്രയിലാണ് പിന്നീട് ഗ്ലോബൽ കേരള ഫൗണ്ടേഷൻ എന്നുള്ള ആദ്യത്തെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുന്നതും 2003 ലണ്ടനിലെ ഗ്ലോബൽ കേരള ഫെസ്റ്റിവൽ നടക്കുന്നതും. ഗ്ലോബൽ
ഗ്ലോബൽ കേരള ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അന്നാണ് അതിന് തൊട്ടും 2002 നേരത്തെ ഇവിടെ GS പ്രദീപ് പറഞ്ഞ ലണ്ടനിലെ തേംസ് നദിയിലൂടെ ഞങ്ങളൊരു യാത്ര നടത്തി. അന്നാ പറഞ്ഞ നമുക്ക് ചുണ്ടൻ വള്ളങ്ങൾ ലണ്ടനിൽ കൊണ്ടുവരണം. അസാധ്യമായത് പലതും ചിന്തിച്ച് പറയും. അത് നേരത്തെ രാജീവേട്ടൻ പറഞ്ഞു, റഹ്മാൻ്റെ ഷോയിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഒരു മനുഷ്യ സാധ്യമായ പലതും അരിച്ചേട്ടൻ തീരുമാനിക്കും. പിന്നീട് അത് നടത്താനുള്ള ഒരു ഡെയർ ഡെവിൾ ആറ്റിറ്റ്യൂഡാണ് അരിച്ചേട്ടൻ ഉണ്ടായിരുന്നത്. ഈ ഗ്ലോബൽ കേരള ഫൗണ്ടേഷൻ നമുക്ക് അരിച്ചേട്ടൻ്റെ ഓർമ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും അരിച്ചേട്ടൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, പിന്നീട് ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവും കേരളീയവും ആയ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളൊരു നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ കേരളീയം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അരിച്ചേട്ടന് എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കണം, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതായിരുന്നു ലോകത്തുള്ള മുഴുവൻ മലയാളികൾക്കും തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മലയാളികളെ മുഴുവൻ പരിചയപ്പെടാനുള്ളൊരു അവസരം ഞങ്ങൾക്കത് വഴി ഉണ്ടാവും. ഒപ്പം തന്നെ അവർക്ക് ഏത് മലയാളിക്കും ഇവിടെ തിരുവനന്തപുരത്തൊരു സഹായം ആവശ്യം വന്നാൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഗ്ലോബൽ കേരള ഫൗണ്ടേഷൻ ആദ്യം തുടങ്ങുന്നതും. പിന്നീട് 2003 നേരത്തെ ഇവിടെ അതിൻ്റെ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, 2003 ശേഷം നമ്മൾ ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതും. അപ്പോൾ അരിച്ചേട്ടൻ്റെ ഒരുപാട് പറയാനുണ്ട്. 10-25 വർഷത്തെ ഒരുപാട് ഇടയ്ക്ക് ഞങ്ങൾ ഈ അരിച്ചേട്ടൻ്റെ സ്വഭാവം കാരണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും കേരളീയം എന്ന പ്രസ്ഥാനം വളരെ വലിയ, ഇന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ടൊരു NGO ആയിട്ട് വളർത്തിയെടുക്കുന്നതിൽ ഹരിച്ചേട്ടന് നിതാന്തമായ പരിശ്രമം ഉണ്ടായിരുന്നു. ആ പരിശ്രമം നമ്മൾക്ക് ഹരിച്ചേട്ടൻ 25 വർഷത്തെ ഈ അധ്വാനം നമ്മളെ സമൂഹത്തിൽ ഇത്രമാത്രം ചെയ്ത ഒരു പെയ്ഡ്സ് ഈ കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിലും മറ്റുള്ള ആദിവാസി കുട്ടികളുടെ പ്രശ്നത്തിലാണെങ്കിലും നിരന്തരം മരിച്ചേട്ടൻ ഇടപെട്ടിരിക്കുന്ന പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കേരളത്തിൽ നമുക്ക് ഇതിലും നല്ലൊരു മോഡലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അത് പ്രവാസികൾക്കും എല്ലാം ദുരിതബാധിതർക്കും എല്ലാം ഉപയോഗപ്പെടുന്ന തരത്തിൽ ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹരിച്ചേട്ടൻ്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി അർപ്പിക്കുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സാമൂഹിക രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന ശ്രീ NR ഹരികുമാർ കഴിഞ്ഞ 25-ാം തീയതി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കും. അദ്ദേഹത്തിനോടൊപ്പം ദീർഘകാലത്തെ ബന്ധങ്ങളുള്ള ഒരു വലിയ സുഹൃത്ത് വലയം തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നു. അവരൊക്കെ സ്വന്തം സഹപ്രവർത്തകനെ ഓർക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാമൂഹ്യ രംഗത്ത് അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും ഇതിനെല്ലാം ഉപരിയായി താൻ വിശ്വസിച്ച ആശയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കാലത്തും മറ്റുള്ളവരുമായി സൗഹൃദം പുലർത്താനും അവരുമായി ആശയവിനിമയം നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് തലസ്ഥാനത്ത് അദ്ദേഹത്തിന് ഇത്രയധികം സുഹൃത്തുക്കളുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ചില കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്നും പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ അദ്ദേഹം അയൽവക്കമൊക്കെ ഇടയ്ക്ക് ശണ്ട കൂടാറുണ്ട്. അങ്ങനെ ശണ്ട കൂടുന്ന 1-2 സന്ദർഭങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുമുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. എങ്കിലും എല്ലാവരുമായിട്ടൊരു സ്നേഹബന്ധം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് തലസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊക്കെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത്. പക്ഷെ ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു പരസ്പര ബഹുമാനവും പരസ്പര കൂട്ടായ്മയും അതെനിക്ക് തോന്നുന്നത് തലസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് നഗരങ്ങളിൽ കാണാത്ത, കാരണം സാധാരണ നഗരം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാരാന്ന് അറിയാത്ത ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊച്ചി പോലത്തെ നഗരങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ്. പക്ഷെ തലസ്ഥാനത്ത് അങ്ങനെയല്ല. തലസ്ഥാനത്ത് എല്ലാവരുമായിട്ടൊരു മാനസിക ഐക്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു മാനസിക ഐക്യം പലപ്പോഴും ഇവിടെ പല ചടങ്ങുകളിലും ഞാൻ പങ്കെടുക്കുമ്പോൾ, ഞാൻ അവിടെ ജനപ്രതിനിധിയായിട്ടും പങ്കെടുത്തിട്ടുണ്ട്, അല്ലാതെയും പങ്കെടുക്കാറുണ്ട്.
പക്ഷെ അവിടെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നത് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത ചിന്താഗതികളും ഉള്ള പലരും ഒരു സൗഹൃദ കൂട്ടായ്മ പുലർത്തുന്ന ഒരു പാരമ്പര്യം നമ്മുടെ തലസ്ഥാന നഗരിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ NR ഹരികുമാർ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കും. അതേപോലെ ഒരുപാട് അദ്ദേഹം കേരളീയത്തിൻ്റെ സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് അദ്ദേഹം CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ചാർജ് കാരനായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും മറ്റുള്ളവരുമായിട്ട് അദ്ദേഹത്തിന് സൗഹൃദം പുലർത്താൻ കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിലും ഈ സൗഹൃദ കൂട്ടായ്മ, ഈ ഓർമ്മ എന്നും നിലനിർത്താൻ വേണ്ടി ആണ് ഇന്നിവിടെ ഈ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. കാരണം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നമ്മളെ വിട്ടുപിരിയുമ്പോഴാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ എല്ലാ രംഗത്തും മാറ്റം വരുന്നൊരു കാലമാണ്. ഇപ്പോൾ ഒരു ഹൈടെക് യുഗത്തിൽ പരസ്പരം അറിയാനോ പ്രവർത്തിക്കാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ മുമ്പൊന്നും അങ്ങനെയല്ല. മുമ്പൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ പരസ്പരം പോരടിച്ചിരുന്നവരും ആ ആശയങ്ങൾ വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി നിൽക്കാറുണ്ട് എല്ലാ രംഗത്തും. പക്ഷെ ഇന്നിപ്പോൾ കാലം ചെല്ലുന്തോറും അതിലൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല. ഒരാളൊരു രംഗത്ത് പ്രവർത്തിച്ചാൽ ആ കഴിവ് നമ്മൾ എല്ലാ കാലത്തും അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ശ്രീ NR ഹരികുമാറിൻ്റെ ഓർമ്മ എന്നും നിലനിർത്തിക്കൊണ്ട് ആ സൗഹൃദ കൂട്ടായ്മ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ശ്രീ ഹരികുമാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും മരണത്തിൽ ദുഃഖം വിട്ടുമാറാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനും അദ്ദേഹം മരിച്ചപ്പോൾ ആ വീട്ടിൽ പോയിരുന്നതാണ്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള പ്രയാസത്തിലും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എൻ്റെ ഒരു ഇളയ സഹോദരൻ പോയതുപോലെയുള്ള എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ നഷ്ടം, ഞാനത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താൻ തക്കവണ്ണമുള്ള നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ഈ അനുശോചന സമ്മേളനം അവസാനിപ്പിക്കുന്നു. വന്ന എല്ലാവർക്കും ഞങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ സമ്മേളനം അവസാനിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു.